നമ്മളെല്ലാവരും ഹിന്ദു സമൂഹത്തിന്റെ ഏകതയ്ക്കായി നന്മയ്ക്കായി നമ്മളേവരും ഒരുക്കുകയാണ്. ഒട്ടേറെ പ്രയത്നങ്ങൾ പ്രവർത്തനങ്ങൾ എല്ലാം ഈ ദിവസത്തിന്റെ പിന്നിലുണ്ട്. ഈ പ്രവർത്തനങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് ഒന്നും അസാധ്യമല്ല എന്ന് തന്നെയാണ്. നമുക്ക് ഏവർക്കും കായിക പരിപാടിയിലേക്ക് കടക്കാം. ആദ്യമായി പ്രാർത്ഥനയ്ക്കായി യോഗിനി മാതയുടെ കുട്ടികളെ സ്നേഹപുരസ്കാരം. ജ്യേഷ്ഠരാജം ബ്രഹ്മണസ്വദാന ശൃന്ദിന്നോ ദിവിസീദസാവന പ്രണോ ദേവി സരസ്വതി വാജേർമിർവാർജനീമതി ദീനാവ വിക്രയവദോ ഗണേശായ നമഃ സരസ്വത്യേ നമഃ ശ്രീ ഗുരുഭ്യോ നമഃ ഹരി ഓം നിധനപദയേ നമഃ നിധനപദാംബികായ നമഃ ഊർധ്വായ നമഃ ഊർധ്വലിംഗായ നമഃ ഹിരണ്യായ നമഃ ലിംഗായ നമഃ സുവർണായ നമഃ സുവർണലിംഗായ നമഃ വേദായ നമഃ ദിവ്യലിംഗായ നമഃ ഭവായ നമഃ ഭവലിംഗായ നമഃ സർവായ നമഃ സർവലിംഗായ നമഃ ശിവായ നമഃ ശിവലിംഗായ നമഃ നമഃ ജ്വലലിംഗായ നമഃ ആത്മായ നമഃ ആത്മലിംഗായ നമഃ പരമായ നമഃ പരമലിംഗായ നമഃ ഏതസോമസ്യ സൂര്യസ്യ സർവലിംഗം പ്രസാപയതി പാഹി മന്ത്രം പവിത്രം സത്യോജാതം പ്രപദ്യാമി സത്യോജാതായ വൈ നമോ നമഃ ഭവേ ഭവേനാദി ഭവേ ഭവസ്വമാ ഭവോദ്ഭവായ നമഃ വാമദേവായ നമോ ജ്യേഷ്ഠായ നമഃ ശ്രേഷ്ഠായ നമഃ രുദ്രായ നമഃ കാലായ നമഃ കരവികരണായ നമോ ബലവിതരണായ നമോ ബലായ നമോ ബലപ്രബദനായ നമോ സർവഭൂതദമനായ നമോ മനോത്മനായ നമഃ അഘോരേഭ്യോ രഘോരേഭ്യോ ഘോരഘോരധരേഭ്യഃ സർവേഭ്യോ സർവസർവേഭ്യോ നമസ്തേ അസ്തു രുദ്രരൂപേഭ്യഃ തർപുരുഷായ വിദ്മഹേ മഹാദേവായ ധീമഹി തന്നോ രുദ്ര പ്രചോദയാത് ഈശാന സർവവിദ്യാനാം ഈശ്വര സർവഭൂതാനാം ബ്രഹ്മാധിപതേ ബ്രഹ്മണോധിപതേ ബ്രഹ്മോ ശിവോ സദാശിവോ നമോ ഹിരണ്യവാമനേ ഹിരണ്യവർണായ ഹിരണ്യരൂപായ ഹിരണ്യപദേ അംബികാപദേ ഉമാപദേ പശുപദേ നമോ നമഃ. ഭാരതത്തിലെ എല്ലാ ഗ്രാമങ്ങളിലും പഞ്ചായത്ത് തലത്തിൽ നടന്നിട്ടുള്ള ഒരു സമ്മേളനമാണ് ഹിന്ദു ഏകതാ സംഘം. അതിന്റെ പരിപാടിയാണ് നമ്മുടെ ഈ ഗ്രാമപഞ്ചായത്തിൽ നടന്നത്.
ഹിന്ദു സമൂഹത്തെ ഒന്നിപ്പിക്കുക, മാതൃകാപരമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുക, അതാണ് നമ്മുടെ മുഖ്യ ലക്ഷ്യം. നമുക്കറിയാം, ഈ അടുത്ത കാലത്ത് നമ്മുടെ അടുത്ത പഞ്ചായത്തുകളൊക്കെ ഇത്തരം പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഹിന്ദു സമൂഹം ഒന്നിച്ചു നിന്ന് കഴിഞ്ഞാൽ അതിന്റെ ഗുണം നമ്മുടെ സമൂഹത്തിന് തന്നെയാണ്. എന്നിരുന്നാൽ നമ്മൾ മറ്റു മതങ്ങളെയോ മറ്റു സമൂഹത്തെയോ വിമർശിക്കാനോ മറ്റൊന്നിനല്ല നമ്മൾ സംഘടിക്കുന്നത്. നമ്മൾക്കൊരു കൂട്ടായ പ്രവർത്തനം ആവശ്യമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനൊരു അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ ഭാരതത്തിൽ എല്ലാ ഗ്രാമങ്ങളിലും ഇത്തരം പരിപാടികൾ സംഘടിപ്പിച്ചിരുന്നത്. സ്വാഗത പ്രസംഗം അധികം നീട്ടുവാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഇതിന്റെ പരിപാടിക്ക് എത്തിച്ചേർന്നത് മുഖ്യ പ്രഭാഷണം നടത്തുന്നത് ഇതിന്റെ അധ്യക്ഷ സ്ഥാനം വഹിക്കുന്നത് നമ്മുടെ പഞ്ചായത്തുകാരായുള്ള ഉണ്ണികൃഷ്ണൻ മാത്രമാണ്. അദ്ദേഹത്തെ കുറിച്ച് നമുക്കെല്ലാവർക്കും അറിയാം. നമ്മുടെ പഞ്ചായത്തിൽ തന്നെയല്ല, ഈ ജില്ലയിൽ തന്നെയല്ല, നിറഞ്ഞിരിക്കുന്നൊരു വീട്ടത്തിന്റെ ഉടമയാണ് ഉണ്ണികൃഷ്ണൻ പ്രസാദ്. അദ്ദേഹമാണ് ഈ വേദി അധ്യക്ഷ സ്ഥാനം വഹിക്കുന്നത്. അദ്ദേഹത്തിന് ആദരപൂർവ്വം ഈ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. നമുക്ക് എല്ലാവർക്കും അറിയാം, സുഹൃത്തനായ മൗലവി ഹരിനാരായണ സ്വാമിയാണ് അദ്ദേഹം. ഗുരുവായൂർ സഞ്ജീവി ട്രസ്റ്റിന്റെ ചെയർമാൻ കൂടിയാണ്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞതിന് ശേഷം 25 വർഷങ്ങൾക്ക് മുമ്പ് സായിബാബയുമായി കണ്ടുമുട്ടുകയും അദ്ദേഹത്തിന്റെ അനുഗ്രഹം മേടിച്ചുകൊണ്ട് 25 വർഷമായി ഈ പാതയിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയുടെ സാക്ഷിയാണ്. അദ്ദേഹത്തിന് ആദരപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ മുഖ്യ പ്രഭാഷണങ്ങൾ ഇവിടെ എത്തിച്ചേർന്നത് കേരള സ്കൂളിന്റെ ലക്ഷ്യവും പ്രഭാഷകനും കവിയുമായ സുരേഷ് ബാബു കൃഷിമക്കൾ അദ്ദേഹത്തിന് ആദരപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ സംശയിക്കുന്ന സൗഭാഗ്യ സംഘടനയുടെ ശതാബ്ദി യൂണിറ്റിന്റെ സെക്രട്ടറിയായിട്ടുള്ള വാണിജ്യ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. സേന അവിടെ വന്നു ജീവസഭയുടെ പേര് വന്നത് കുറിശി കുറിച്ചി അതെ. അതുപോലെ തന്നെ നമ്മുടെ സത്യത്തിൽ എല്ലാവരും എത്തിച്ചേർന്നത് എല്ലാവർക്കും സ്വാഗതം പറയുന്നതോടൊപ്പം ഈ വേദി ധന്യമായ ഇവിടെ എത്തിച്ചേർന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും സ്വാഗതം പറയുന്നത് നമസ്കാരം. Thank you so much. അടുത്തതായി നമ്മുടെ ഇന്നത്തെ അധ്യക്ഷ സ്ഥാനം നിർവഹിക്കുന്നത് നമ്മുടെ വീട്ടിലെ സ്ത്രീകളോ ചിന്താപിടിയിൽ നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിത്വമായ
നാട്ടിക SNDP യൂണിയൻ പ്രസിഡന്റ് SNDP സെക്രട്ടറി സ്ഥാനം നിർവഹിക്കുന്ന ശ്രീ ഉണ്ണികൃഷ്ണ കൃഷ്ണ അവരാണ് അദ്ദേഹത്തെ ഏറെ ആദരവോടുകൂടി ക്ഷണിക്കുന്നു. രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ ശതാബ്ദി ആഘോഷത്തോടനുബന്ധിച്ച് അതായത് 100ാം വാർഷികത്തോടനുബന്ധിച്ച് നാട്ടിലെമ്പാടും ഭാരതത്തിലുടനീളം ഹിന്ദു ഏകതാ സമ്മേളനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായി ഇന്ന് നമ്മുടെ എടത്തുരുത്തി പഞ്ചായത്തിന്റെ അടിസ്ഥാനത്തിൽ നടക്കുന്ന ഈ സമ്മേളനത്തിലേക്ക് എത്തിച്ചേർന്ന നമ്മളിവിടെ വരുന്നതിന് പലരും എന്റെ സുഹൃത്തുക്കളായിട്ടുള്ള വ്യക്തിയിലുള്ള പലരും ചോദിക്കുന്നുണ്ടായിരുന്നു, നിങ്ങളൊക്കെ ഹിന്ദു ഐക്യവേദിയുടെ ആളുകളാണോ അല്ലെങ്കിൽ ഹിന്ദു ഏകതാ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ പോകുന്നുവോ എന്നൊക്കെ ചോദിക്കുന്നു. പലരും പല അഭിപ്രായങ്ങൾ പറയുക. തീർച്ചയായും നമ്മൾ ഹിന്ദു ഐക്യവേദിയുടെ ആളുകളാണോ എന്ന് ചോദിക്കുന്നവർക്ക് നമ്മൾ കൊടുക്കേണ്ട ഒരു മറുപടി, ഞാൻ ഹിന്ദു ഐക്യവേദിയുടെ പ്രവർത്തകർ മാത്രമല്ല, രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ പ്രവർത്തകരും ഒപ്പം വിശ്വഹിന്ദുപക്ഷത്തിന്റെ പ്രവർത്തകരും കൂടിയാണ് എന്ന് പറയാനുള്ള ആദ്യകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. ഹിന്ദു ആണോ എന്ന് ചോദിച്ചുകൊണ്ട് അട്രോയെ അഴിച്ചു നോക്കിക്കൊണ്ട് ഹിന്ദു അല്ലെങ്കിൽ വെടിവെച്ചു കൊല്ലുന്ന ഒരു സംവിധാനത്തിലേക്ക് നമ്മുടെ രാജ്യം മാറിയിട്ട് പോലും അവിടെ മരിച്ചു വീണ 10-26 പേർക്ക് വേണ്ടി ഒരു തുള്ളി കണ്ണുനീരൊടുക്കാതെ എങ്ങോ വിടുന്ന ഗാസയിൽ മരിച്ചു വീഴുന്നവർക്ക് വേണ്ടി, തീവ്രവാദ പ്രവർത്തനത്തിലൂടെ മരിച്ചു വീഴുന്നവർക്ക് വേണ്ടി കണ്ണീരൊഴുക്കുകയും അവർക്ക് വേണ്ടി ജാഥ നടത്തുകയും ചെയ്യുന്ന നമ്മുടെ ഈ നാട്ടിലാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എതിരേറെ പറയുന്നത് ഹിന്ദു സംഗമങ്ങളിലൊക്കെ നമ്മൾ സംഘടിച്ചു കഴിഞ്ഞാൽ നമ്മളെല്ലാം തീവ്രവാദം. ഇവിടെ പോയി എവിടെയെങ്കിലും വെടിവെച്ച് കൊല്ലുമ്പോൾ ഒരു ചോദ്യം മാത്രമേ ചോദിച്ചുള്ളൂ, നിങ്ങൾ സംഖ്യയാണോ എന്നല്ല ചോദിച്ചു, അല്ലെങ്കിൽ ഹിന്ദു പ്രവർത്തകരാണോ എന്നല്ല, അല്ലെങ്കിൽ രാഷ്ട്രീയ സ്വയംസേവകത്തിന്റെ പ്രവർത്തകരാണോ എന്നല്ല ചോദിച്ചത്. അവിടെ ചോദിച്ചത് അമുസ്ലിം ആണോ, മുസ്ലിം അല്ലയോ, മുസ്ലിം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ജീവിക്കേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് തലയ്ക്ക് വെടിവെക്കുകയാണ്. നമ്മൾ കണ്ടതാ. അപ്പൊ ഇന്ന് ഹിന്ദു സംഗമങ്ങൾ നടത്തിക്കൊണ്ട് നമ്മൾ സംഘടിക്കേണ്ടതിന്റെ ആവശ്യകത ഏറെ വന്നിരിക്കുന്നു. ഇന്നിവിടെ ഒരു വിപ്ലവ രാഷ്ട്രീയ പാർട്ടികളുടെ രാഷ്ട്രീയം പറയുന്നത് പ്രത്യേകം പറഞ്ഞിരിക്കുകയാണ്. എന്നാൽ ഞാൻ പറയാം, ഇവിടെ ഹിന്ദുക്കൾ സംഘടിക്കാൻ പാടില്ല. മുസ്ലിങ്ങൾ സംഘടിച്ചു കഴിഞ്ഞാൽ അത് ന്യൂനപക്ഷാവകാശം, ക്രിസ്ത്യാനികൾ സംഘടിച്ചു കഴിഞ്ഞാൽ അത് വിശ്വാസം, വിപ്ലവ രാഷ്ട്രീയ പാർട്ടികൾ സംഘടിച്ചു കഴിഞ്ഞാൽ അത് സോഷ്യലിസം, നമ്മൾ സംഘടിച്ചു കഴിഞ്ഞാൽ അത് വർഗീയത അല്ലെങ്കിൽ ഹിന്ദു തീവ്രവാദം. അങ്ങനെയാണ് നമ്മൾ ഓരോ മേഖലയും സംഘടിപ്പിക്കുമ്പോൾ നമ്മൾക്കെതിരെ വരുവാണ്. നമ്മൾ പഹൽഗാമിൽ നമ്മുടെ 26 സഹോദരങ്ങളെ ദൃഷ്ടാക്ഷിണ്യം ഹിന്ദുവാണോ അല്ലെങ്കിൽ കരിമ ചൊല്ലാൻ പറഞ്ഞുകൊണ്ട് വെടിവെച്ച് കൊന്നപ്പോൾ പോലും എന്റെ ഏറ്റവും അടുത്ത ഒരു സുഹൃത്ത് പോലും രാമേന്ദ്രൻ എറണാകുളത്തുള്ള അദ്ദേഹത്തിന്റെ വീട്ടിൽ ഞാൻ പോയപ്പോൾ അദ്ദേഹത്തിന്റെ മകള് പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് എന്നോട് പറഞ്ഞത്, അങ്ങനെ അച്ഛനെ വെടിവെച്ച് കൊല്ലുമ്പോൾ ഞാനും എന്റെ 2 കൊച്ചു മക്കളും മാത്രം കൈവച്ച് നിൽക്കുകയായിരുന്നു. ആ സമയത്താണ് അച്ഛനെ അമ്മ കുറച്ച് പ്രായമായതുകൊണ്ട് വരാൻ ബുദ്ധിമുട്ടുകൊണ്ട് വരാൻ കഴിഞ്ഞില്ല. അച്ഛന്റെ തലയ്ക്ക് വെടിവെച്ച് കൊണ്ടപ്പോ അച്ഛന്റെ ചോര പൊരിച്ചു വീഴുന്നുണ്ട്. അപ്പൊ പറഞ്ഞു, എന്തിന് നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നു, എന്തിന് ഞങ്ങൾ അച്ഛനെ കൊല്ലുന്നു ചോദിച്ചപ്പോ പറഞ്ഞത്, നിങ്ങൾ മോദിയോട് പോയി പറയാനാണ്. മോദിയോട് പോയി പറയാം. അവര് അത് തീവ്രവാദികൾ പറഞ്ഞ മറുപടി മോദിയോട് പോയി പറയാം. തീർച്ചയായും നമ്മൾ ആ അമ്മമാരുടെ സിന്ദൂരം മാറ്റിട്ടുണ്ടെങ്കിൽ ആ സിന്ദൂരം മാറ്റാൻ അവരുടെ കരുത്തിൽ അവരുടെ വികാരം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ നരേന്ദ്രമോദി സിന്ദൂരം ഓപ്പറേഷനിലൂടെ അന്ന് ആ ജീവൻ പുലിക്കാൻ നേതൃത്വം കൊടുത്ത ആളുകളെ അണ്ണാക്കിന് കൊടുക്കുക മാത്രമല്ല അവരുടെ രാജ്യത്ത് പോയി അവരുടെ കുടുംബം നശിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു സന്തപുത്രന് മാത്രമേ കഴിയുള്ളൂ. ഇവിടെ വിപ്ലവ പാർട്ടികളുടെ സഹായത്തോടെ 10-70 കൊല്ലത്തോളം മരിച്ചില്ലേ, ഇതുപോലുള്ള അവസരങ്ങൾ പലപ്പോഴും ഉണ്ടായപ്പോൾ നമ്മൾ കെട്ടിപ്പിടിച്ച്
ഉണ്ടായിട്ടില്ല എന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കും. കഴിഞ്ഞ ദിവസം ഒരു ഭാഗത്തൊരു പ്രസ്താവന വായിച്ചു. കവിയുടെ ഒരു പ്രസ്താവന പറഞ്ഞു, നരേന്ദ്രമോദി അധികാരത്തിൽ വന്നിരുന്നില്ലെങ്കിൽ കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് ഉടുതുണിയില്ലാതെ ഞാനും നിങ്ങളും ഞാനും നിങ്ങളും ഇവിടെ നിന്ന് ഓടി രക്ഷപ്പെടേണ്ട ഒരവസ്ഥ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഹിന്ദു മഹാസമ്മേളനം ഇവിടെ നമ്മുടെ തിരുനാവായയിൽ നടന്നപ്പോൾ ആനന്ദവനം സാധു സ്വാമിജിയുടെ ഒരു പ്രസ്താവന കണ്ടു. അദ്ദേഹം ഹിന്ദു മഹാസമ്മേളനം നടത്തി കഴിഞ്ഞപ്പോ അതിന് തുടക്കം കുറിച്ച് ഒരുപാട് വിലക്കുകളാണ് വന്നത്. ഒരുപാട് വിലക്കുകൾ, ഒരുപാട് പ്രദേശം പഞ്ചായത്ത് പോലും സ്റ്റോപ്പ് കൊടുക്കുന്നു. അവിടെ ഭാരതപ്പുഴ അനിലമാക്കാനുള്ള ഒരു പരിപാടിയാണ് പറഞ്ഞത്. പോലീസ് റിപ്പോർട്ട് പകരം, ഇന്റലിജൻസ് റിപ്പോർട്ട് പകരം ഇവിടുത്തെ ഗവൺമെന്റിന്റെ യാതൊരുവിധ അനുകൂലങ്ങളില്ലാതെ, ഇവിടുത്തെ ദൃശ്യമാധ്യമങ്ങളുടെ യാതൊരുവിധ സഹായമില്ലാതെ 45 ലക്ഷം ആളുകളാണ് ആ മഹാമാകാ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. അത് ആനന്ദവനം സാധു സ്വാമിയുടെ ഇന്റർവ്യൂവിൽ ഞാൻ കണ്ടു. അദ്ദേഹത്തോട് പത്രപ്രവർത്തകർ ചോദിച്ചു, നിങ്ങള് ഇങ്ങനെ ഒരു സമ്മേളനം സംഘടിപ്പിച്ചത് ഇത് ഹിന്ദു ഐക്യത്തിന് വേണ്ടിയാണെന്ന് പറയുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ തിരിച്ചോട് പറഞ്ഞത് എന്താണെന്ന് അറിയാം. തീർച്ചയായും ആരുമില്ലാത്ത ഒരു ജനവിഭാഗമായി ഹിന്ദുക്കളെ സംഘടിപ്പിക്കുക എന്ന ഒരൊറ്റ ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഹിന്ദു ഈ മഹാമാതാ സമ്മേളനം ഇവിടെ സംഘടിപ്പിച്ചതെന്ന് അദ്ദേഹം പറയും. അദ്ദേഹത്തിന് ചോദിച്ചു, നിങ്ങൾ ഈ സാമ്യാവുന്നതിന് മുമ്പ് നിങ്ങൾ എവിടെയായിരുന്നു, എന്തായിരുന്നു ചോദിച്ചു. ഞാൻ വിപ്ലവ രാഷ്ട്രീയ പാർട്ടിയുടെ SFIയുടെ തൃശൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് ആയിരുന്നു. തൃശൂർ ജില്ലാ വൈസ് പ്രസിഡന്റ്. എനിക്ക് മനസ്സിലായി, ഞാൻ കേരളമാണ് പഠിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇവിടെ ഞാൻ നിന്നിരുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ഞങ്ങളെ വേണ്ട, അവർക്ക് വേണ്ടത് സംഘടിത ന്യൂനപക്ഷത്തിന് മാത്രമാണെന്നുള്ള തിരിച്ചറിവുണ്ടായിക്കൊണ്ട് കഴിഞ്ഞ കേരളവർമ്മ കോളേജിന്റെ 70ാം വാർഷികം ആഘോഷിക്കുമ്പോൾ പോലും അവിടെ ഞാൻ ചെന്നപ്പോ അവിടെ കണ്ട കാഴ്ച, എന്റെ 10-20 വയസ്സുള്ള ആളുകൾക്ക് വിവരമില്ലാണ്ട് സോഷ്യലിസം പറയുമെങ്കിൽ ഇന്നും 70 വയസ്സായിട്ടുള്ള ആളുകൾ, എന്നെപ്പോലുള്ള 70 വയസ്സുള്ള ആളുകൾ ആ സമ്മേളനത്തിൽ കോളേജിന്റെ വാർഷികത്തിൽ പങ്കെടുക്കാൻ വന്നപ്പോ അവിടെ പറയുന്നു, ചോരച്ചാലുകൾ ഒഴുകട്ടെ, നീർച്ചാലുകൾ ഒഴുകട്ടെ, ചോരച്ചെങ്കോടി ബാധിക്കുന്നവർ. ഇപ്പോഴും യാതൊരു മാറ്റവും ഈ വിപ്ലവ രാഷ്ട്രീയ പാർട്ടിക്ക് വന്നിട്ടില്ല എന്ന് അദ്ദേഹം പറയുകയാണ്. നമുക്കറിയാം, നമ്മുടെ ഇന്ന് ഇവർക്ക് ഏറ്റവും അസഹിഷ്ണുതായിട്ടുള്ളത് പരമപവിത്രമാം ഭാരതാംബിയെ പൂജിക്കാൻ എന്ന് പാടിക്കഴിഞ്ഞ ആളുകളാണ്. കണ്ണൂർ ജില്ലയിലെ ഒരു പാർട്ടിയുടെ സെക്രട്ടറി പറയുകയുണ്ടായിരുന്നു, ഇത് അമ്പലപ്പറമ്പ് വഴി ക്ഷേത്രപ്പറമ്പ് വഴി പാടാൻ ഞങ്ങൾ സമ്മതിക്കില്ല. അദ്ദേഹം പറഞ്ഞു നിർത്തിയുള്ളൂ. പക്ഷെ സകല ക്ഷേത്രപ്പറമ്പുകളിലും ഗാനമേള അടക്കം പള്ളി പെരുന്നാളിന് പോലും പരമപവിത്രമായി അഖിലമേള പഞ്ചവാദ്യ ഫ്യൂഷൻ എല്ലാമായി മാറിയത് നമ്മൾ കണ്ടു. തീർച്ചയായും നമ്മളെ എതിർക്കുന്നതോറും, ഹിന്ദു വിഭാഗത്തെ എതിർക്കുന്നതോറും ശക്തി ആർജിക്കും എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ് മഹാമാതാ സമ്മേളനത്തിൽ നമ്മൾ കണ്ടത്. ഇവിടെ ഭാരതപ്പുഴയെ മലിനമാക്കാൻ പോകുന്നു, ഈ സമ്മേളനം നടക്കാൻ പാടില്ല, സ്റ്റോപ്പ് കൊടുക്കുന്നു. നമ്മളുടെ സംഘടിതമായിട്ടുള്ള ശക്തി കണ്ടുകൊണ്ട് ഹിന്ദുക്കൾ സംഘടിച്ചു കഴിഞ്ഞാൽ ഇവിടെ വേറെ ആർക്കും നിലനിൽപ്പില്ല ഒരു അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് മാത്രമാണ് ഡിസ്ട്രിക്ട് അനുമതി കൊടുക്കുന്നത്. തീർച്ചയായും നമ്മൾ കാര്യം മനസ്സിലാക്കണം, എല്ലാ വർഷവും പമ്പാ നദിയുടെ തീരത്ത് ഭഗവാന്റെ തിരുസന്നിധിയിൽ നിന്ന് ഉത്ഭവിച്ചിരുന്ന പമ്പാ നദിയുടെ തീരത്ത് മാനവൻ കൺവെൻഷൻ നടത്തുന്നത് ക്രിസ്ത്യൻ സമുദായത്തിനാണ്. ഈ മാനവൻ കൺവെൻഷൻ നടത്തുമ്പോൾ അവിടെ ലക്ഷക്കണക്കിന് ക്രിസ്ത്യൻ വിശ്വാസികൾ വരുന്നത് പമ്പാ നദിയുടെ കുറുകയാണ് അവിടെ പാലം നിർമ്മിക്കുന്നതും ആ കരയിലേക്ക് എത്തിച്ചേരുന്നതും. അവിടെ ഒരാൾക്കൊരു പ്രശ്നമില്ല, പരിപൂർണമായിട്ടും എല്ലാ വൈദ്യുതി ഉൾപ്പെടെ KCBയുടെ വൈദ്യുതി ഉൾപ്പെടെ എല്ലാം സർക്കാർ സൗജന്യമായി കൊടുത്തുകൊണ്ട് മാനവൻ കൺവെൻഷനെ നമ്മൾ സപ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്കറിയാം എന്താണ് ഇവിടെ മഹോത്സവം നടത്താൻ ഇത്ര എതിർപ്പ് പ്രകടിപ്പിച്ചത് നമുക്കറിയാം. അവസാനം ഇത് സംഘടിച്ചുകൊണ്ട് വലിയ ശക്തിയായി തിരിച്ചറിവുണ്ടായപ്പോഴാണ് ഭരണപക്ഷത്ത് നിന്ന് കലക്ടറോട് വില്ലേജ് ഓഫീസിന്റെ അനുമതി മറികടന്നുകൊണ്ട് അതിന് അനുമതി കൊടുക്കാൻ പറഞ്ഞു. തീർച്ചയായും നമുക്കറിയാം, ഇന്നിപ്പോ ദൃശ്യമാധ്യമങ്ങളിലൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന ന്യൂസ് നമ്മൾ തീർച്ചയായും കാണാം. ഒരു സിനിമ ഇറങ്ങിയപ്പോ അത് ഹിന്ദു തീവ്രവാദമാണ് അല്ലെങ്കിൽ കേരളത്തിൽ നടക്കാത്തതാണ് എന്ന് പറഞ്ഞുകൊണ്ട് കേരള സ്റ്റോറി 2
അറിയുന്ന എല്ലാ ചാനലുകളിലും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലും വൈറലായിരിക്കണം. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, എന്തുകൊണ്ട് മോഹൻലാലിനെ അതുപോലെ തന്നെ പൃഥ്വിരാജിനെ വെച്ചുകൊണ്ട് എമ്പുരാനെന്ന സിനിമ പിടിച്ചുകൊണ്ട് നമ്മളെ ഇല്ലാത്ത കഥകൾ നമ്മൾ എവിടെയെങ്കിലും നമ്മൾ തീവ്രവാദ പ്രവർത്തനം ഇവിടുത്തെ ഹിന്ദുവായി ജനിച്ച ഒരിക്കലും തീവ്രവാദിയാകാൻ കഴിയില്ല. കാരണം നമ്മൾ തീവ്രവാദിയാകാൻ കഴിയില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ട് തന്നെയാണ് നമ്മള് തീവ്രവാദികളായി ചിത്രീകരിച്ചുകൊണ്ട് എമ്പുരാൻ സിനിമയിൽ വന്നപ്പോ നമ്മുടെ പ്രതിഷേധം കാണാൻ ഇവിടെ ആരുമില്ലാതെ ഗവൺമെന്റിന്റെ എല്ലാവിധ സംവിധാനങ്ങളും കൊടുത്തുകൊണ്ട് ആ സിനിമ ഉടനീളം തിയേറ്ററുകളിൽ പ്രദർശിപ്പിച്ചെങ്കിൽ സത്യമായ കഥ പ്രചരിപ്പിക്കാൻ കേരള സ്റ്റോറികൾ ഇവിടെ തിരിഞ്ഞപ്പോ അത് ഇവിടുത്തെ പോലീസിനെ നോക്കുകുത്തിയാക്കിക്കൊണ്ട് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി അനുമതി കൊടുത്തിട്ട് പോലും അത് പ്രദർശിപ്പിക്കാനുള്ള അനുമതി കിട്ടാതെ ഇവിടുത്തെ കുട്ടി പോലീസ് എന്ന് പറയുന്ന ഒരു സോഷ്യലിസ്റ്റ് വിപ്ലവ പാർട്ടിയുടെ ആളുകൾ കയറി തിയേറ്ററുകളിൽ അടിച്ചു പൊളിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം, നമ്മൾക്ക് വേണ്ടി സംസാരിക്കാനോ നമ്മൾക്ക് വേണ്ടി കരയുവാനോ ഒരു രാഷ്ട്രീയ പാർട്ടിക്കാർക്കും ഉണ്ടാവില്ല. ഇവിടുത്തെ പ്രതിപക്ഷ നേതാവ് വായിക്കുവാന്നവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഹിന്ദു വർഗീയത, എന്ത് വർഗീയതയാണ് നമ്മൾ വേണ്ടത്? നമ്മൾ കാലം കൊടുക്കുന്നതോ, നമ്മൾ കുഴി കൊടുക്കുന്നതോ, നമ്മൾ അമ്പലത്തിൽ പോകുന്നതോ, ഇതാണോ ഹിന്ദു വർഗീയത? അതേസമയത്ത് മതമാണ് പ്രധാനം. എന്റെ രാഷ്ട്രീയ പ്രസ്ഥാനം ഇവിടെ വരേണ്ടത് 10 കൊല്ലം എന്റെ സമുദായത്തിന് നഷ്ടപ്പെട്ടത് നേടിയെടുക്കാൻ വേണ്ടി മാത്രമാണ് UDF അധികാരത്തിൽ വരേണ്ടതെന്ന് ഒരു സ്റ്റേജിൽ നിന്ന് വായവർക്ക് പ്രസംഗിച്ചപ്പോ അവരെ കൂടെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഹിന്ദുക്കൾ വർഗീയവാദികളെന്ന് പറയുന്ന ഇവിടുത്തെ പ്രതിപക്ഷ നേതാവിന്റെ മനസ്സ് തിരിച്ചറിയാൻ ഇവിടുത്തെ ഹിന്ദു വിഭാഗങ്ങൾ കഴിയണം എന്ന് മാത്രം ഈ അവസരത്തിൽ ഞാൻ സൂചിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ നമുക്കറിയാം, ഒരു സ്വാമി പറയുന്നത് കഴിഞ്ഞ ഹിന്ദു മഹാസമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുക, ഇവിടെ ഹിന്ദുക്കൾക്ക് കാശ്മീരിലെ പഠിക്കേണ്ട അവസ്ഥ ഉണ്ടാകും തീർച്ചയായിട്ടും. കാരണം കാശ്മീരിലെ ഇന്ത്യയിലെ ഭാരതത്തിലെ കാശ്മീരിൽ അവിടുത്തെ പണ്ഡിറ്റുകളെ മുസ്ലിം തീവ്രവാദികൾ വന്ന് അടിച്ചോടിച്ചു കഴിഞ്ഞപ്പോൾ വീടും കുടുംബവും അമ്മമാരെ പോലും ഉപേക്ഷിച്ചുകൊണ്ട് ആ നാട്ടിൽ നിന്ന് പാലായനം ചെയ്തുകൊണ്ട് ഭാരതത്തിൽ തന്നെ വിവിധ സ്ഥലങ്ങളിൽ, അതുപോലെ തന്നെ മഹാരാഷ്ട്രയിൽ, ആസാമിൽ, ബംഗാൾ ഉൾപ്പെടെയുള്ള ഭാരതത്തിന്റെ മറ്റു സ്റ്റേറ്റുകളിലേക്ക് അവർക്ക് അഭയം കൊടുക്കാൻ നമ്മൾക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഓർമ്മ വെച്ചോളൂ, ഇവിടെ മുസ്ലിം സഹോദരന്മാർക്ക് പോകുവാൻ 126 രാഷ്ട്രങ്ങളുണ്ട്, വേറെ ഈ ക്രിസ്ത്യൻ സഹോദരങ്ങൾക്ക് പോകുവാൻ 56 രാഷ്ട്രങ്ങളുണ്ട്, ഹിന്ദുക്കളായ നമ്മൾക്ക് പോകുവാൻ വേറെ ഒരു രാഷ്ട്രമില്ല, ഈ ഭാരതം മാത്രമുള്ളൂ. നമ്മൾക്ക് അതുപോലെ നമ്മളിവിടുന്ന് പാലായനം ചെയ്യുന്ന, നമ്മളെ ഇവിടുന്ന് ആട്ടി ഒടുക്കുന്ന ഒരു സംവിധാനം ഇവിടെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾക്ക് ആകെ ചെയ്യുന്നത് അറബിക്കടലും അതുപോലെ തന്നെ ബംഗാൾ ഉൾക്കടലിലേക്ക് എന്നുള്ള ഒരു അവസ്ഥ മാത്രമേ ഇവിടുത്തെ ഹിന്ദുക്കൾക്ക് ഉണ്ടാവൂ എന്നുള്ള സത്യം നിങ്ങൾ മനസ്സിലാക്കണം. ഇപ്പൊ ഇവിടെ നമ്മൾ കാണുന്നുണ്ട്, ഈ കേരള സ്റ്റോറി ഇറങ്ങി കഴിഞ്ഞപ്പോ ബീഫ് ഫെസ്റ്റിവലും പൊറോട്ടയും കൊടുക്കുക കോളേജുകൾ. ഞാൻ പറയാതെ 80 കോളേജിലെ സ്കൂളിലെ ചുമതലകളാണ്. സ്കൂളുകളിലും കോളേജുകളിലും ബീഫ് പൊറോട്ടയും വിതരണം ചെയ്യും. ഈ ബീഫും പൊറോട്ടയും വിതരണം ചെയ്യാൻ മാത്രം നമ്മൾ ആരോടെങ്കിലും പറഞ്ഞിട്ടോ? ബീഫ് കഴിക്കുന്നത് നമ്മൾ ആരോടെങ്കിലും പറഞ്ഞിട്ടോ? പൊറോട്ട കഴിക്കുന്നത് ബീഫും പൊറോട്ടയും വിതരണം ചെയ്തുകൊണ്ട് വിപ്ലവം വരുത്താൻ നോക്കാം. നമ്മൾ ഇവരോട്, ഈ കുട്ടികളോട് നമ്മൾ ചോദിക്കാൻ മുതിരുന്നത്, ഇതുപോലെ ഒരു പോർക്ക് ഫെസ്റ്റിവൽ മലപ്പുറത്തോ കോഴിക്കോടോ പോയി നടത്താൻ ഇതിപ്പോ നിന്റെ പാർട്ടിക്കാർക്കോ കഴിയുമോ? അല്ലെങ്കിൽ നിന്റെ മൺമറന്നു പോയ സഖാക്കൾ കുഴിയിലേക്ക് വന്നാൽ കഴിയില്ല. മനസ്സിലാക്കാൻ നല്ലത് നമ്മുടെ ബീഫ് ഫെസ്റ്റിവൽ നമ്മൾ ആരോടെങ്കിലും പറഞ്ഞോ? ബീഫ് ഫെസ്റ്റിവൽ കഴിഞ്ഞ ദിവസം ഒരു ക്രിസ്ത്യൻ പാതിരി ചോദിച്ചു, പശുവിന്റെ പാല് കുടിക്കണമെങ്കിൽ പശുവിന്റെ ഇറച്ചി കഴിക്കുന്നതോട് എന്താ കുഴപ്പം? പശുവിന്റെ പാല് കുടിക്കാൻ സ്വാമി, പക്ഷെ പശുവിന്റെ ഇറച്ചി കഴിക്കുന്നവര് എന്താ കുഴപ്പമുള്ളത്? സ്വാമി പറഞ്ഞു, ഗുരുദേവൻ പറഞ്ഞ അതിനുള്ള മറുപടി പറഞ്ഞത്, അമ്മ ജീവിച്ചിരിക്കുന്നുണ്ടോ? ആ ചോദിച്ച ആളോട് ചോദിച്ചു, അമ്മ ജീവിച്ചിരിക്കുന്നുണ്ടോ? അമ്മ പറഞ്ഞു, ഇല്ല, അമ്മ മരിച്ചു പോയി. ഗുരു അടുത്ത ചോദ്യം, അത് ഫ്രൈ ആക്കിയോ അമ്മയെ മരിച്ചു കഴിഞ്ഞപ്പോ, അല്ലെങ്കിൽ കറി വെച്ച് കഴിച്ചോ എന്ന് ചോദിച്ചു.
കാരണം നമ്മൾ ഓരോ കുഞ്ഞുങ്ങളും ജനിക്കുമ്പോഴും നമ്മളുടെ അമ്മയുടെ മുലപ്പാലാണ് കൊടുക്കുന്നതെങ്കിൽ, രണ്ടാമത് അമ്മ വീണ്ടും ഗർഭം ധരിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ മുലപ്പാൽ നിന്ന് പോകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ആ കുഞ്ഞിന് അഭയം പ്രാപിക്കുന്നത് ഗോമാതാവിയാണ്, പശുവിലാണ്. പശുവിന്റെ പാല് കുടിച്ചിട്ടാണ് ആ കുഞ്ഞ് വളർന്നു വരുന്നത്. നമ്മുടെ അമ്മ പ്രസവിച്ചമ്മയാണെങ്കിൽ നമ്മുടെ ഗോത്തമ്മയായിട്ട് നമ്മുടെ പശു വരുന്ന ഒരു സാഹചര്യം നമ്മൾ കാണുന്നു. അതുകൊണ്ടാണ് പറയുന്നത് പശുവിന് മാതാവായിട്ട് ഉത്തരേന്ത്യയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഞാൻ പലപ്പോഴും കാണുന്നത് വീട്ടിൽ ഗോപൂജ നടത്തിയിട്ടാണ് അമ്മമാര് അടുക്കളയിൽ പോകുന്നത്. അതുകൊണ്ട് നമ്മളോട് ഇത്തരത്തിലുള്ള ചോദ്യങ്ങളുമായിട്ട് വരും. പശുവിന്റെ ഇറച്ചി കഴിക്കാൻ വേണ്ടി പാൽ, അതിനുള്ള മറുപടിയാണ് ശ്രീനാരായണ ഗുരുദേവൻ കൊടുത്തത്. അമ്മയുടെ പാല് കുടിക്കാൻ വേണ്ടി നിങ്ങൾ അമ്മയെ ഭക്ഷിക്കാറുണ്ടോ എന്ന് ചോദിച്ചത്. പശുവിന്റെ പാല് കുടിക്കാമെങ്കിൽ പശുവിനെ ഭക്ഷിക്കാറില്ല. തീർച്ചയായും അതുകൊണ്ട് നമ്മൾ തീർച്ചയായും അനുവദിച്ച സമയം വളരെ കുറവാണ്. വലിയ പ്രഭാഷണത്തിനുള്ള ഒരുപാട് പേര് ഇവിടെ വന്നിട്ടുണ്ട്. നമ്മുടെ ഹിന്ദു ഐക്യം, ഇവിടെ ഹിന്ദുക്കൾ സംഘടിക്കേണ്ടതിന്റെ ആവശ്യകത, ഇന്ന് മനുഷ്യനെ പോലെ ജീവിക്കണമെങ്കിൽ പഹൽഗാമിൽ നമ്മുടെ സഹോദരങ്ങളെ വെടിവെച്ച് വീഴ്ത്തി ട്രൗസർ അഴിച്ചു നോക്കി തുമ്പില്ലാതെ കണ്ടെങ്കിൽ വെടിവെച്ച് കൊന്നിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ മറുപടി കൊടുക്കാൻ നരേന്ദ്രനോട് 56 ഇഞ്ച് വലിപ്പമുള്ള നെഞ്ചുള്ളത് നരേന്ദ്രനുണ്ടായിട്ടുണ്ടെങ്കിൽ ഇനിയും നരേന്ദ്രന്മാർ ജനിക്കേണ്ടത് നമ്മുടെ ഈ സമുദായത്തിൽ നിന്നായിരിക്കണം. എങ്കിൽ മാത്രമേ ഈ രാജ്യത്തെ പോലെ ജീവിക്കാൻ അവകാശം ഉണ്ടാവുകയുള്ളൂ. മാത്രം പറഞ്ഞുകൊണ്ട് ഈ എല്ലാവിധ പിന്തുണയും എന്റെ സംഘടനയിലെ ഉണ്ടാകുന്ന മുഴുവൻ പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നമ്മുടെ ഇന്നത്തെ ഹിന്ദു മഹാസമ്മേളനത്തിൽ നമുക്ക് ലഭിച്ച ഏറ്റവും വലിയ ഭാഗ്യമാണ് നമ്മുടെ ഇന്നത്തെ അനുഗ്രഹ പ്രഭാഷണം നടത്താൻ ഇവിടെ ചേർന്നിരിക്കുന്ന ശ്രീ മൗര്യ യോഗി സ്വാമി അയ്യനാരായണൻ അവർ. സന്യാസം സ്വീകരിച്ച് 25 വർഷം പൂർത്തിയായ വേളയിലൂടെയാണ് സ്വാമിജി കടന്നുപോകുന്നത്. ഒരു നിയോഗം പോലെ സായിബാബയുടെ ശിഷ്യനാവുകയും അതിലൂടെ നിരന്തര മൗനം ആചരിച്ച നിയോഗത്തിലൂടെ മൗലികാഭയായി മാറുകയും സാധന പദ്ധതിയുടെ നിയോഗം കൈകളിൽ ഏറ്റെടുക്കുകയും ചെയ്തു. തുടർന്ന് സ്പിരിച്വൽ ഫീൽഡിൽ ഡോക്ടറേറ്റ് നേടുകയും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ മദർ തെരേസ യൂണിവേഴ്സിറ്റി സ്വാമിജിയെ ഓണററി ഡോക്ടറേറ്റ് നൽകി ആദരിക്കുകയും ചെയ്തു. സായി സഞ്ജീവി ട്രസ്റ്റ് സ്ഥാപക ചെയർമാൻ, ഹിന്ദു പാർലമെന്റ് സ്റ്റേറ്റ് സെക്രട്ടറി, വിശ്വസനാതൻ ധർമ്മവേദിയുടെ സംസ്ഥാന ചെയർമാൻ എന്നീ നിലകളിൽ ഇപ്പോൾ പ്രവർത്തിക്കുന്നു. നിരവധി പുരസ്കാരങ്ങൾ സ്വാമിക്ക് ലഭിച്ചിട്ടുണ്ട്. 2022 ഇന്ത്യയിലെ ഏറ്റവും മികച്ച NGO പുരസ്കാരം, ഇന്റർനാഷണൽ ഇൻസ്പിറേഷണൽ അവാർഡ്, നാഷണൽ ബുക്ക് സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. എൻ്റെ സർവസങ്കല്പങ്ങളും വാക്കുകളും എൻ്റെ മാതാവും പിതാവും ഗുരുവും ഈശ്വരനുമായ ബാബയുടെ പാദങ്ങളിൽ ഭക്തി ശ്രദ്ധാപൂർവം സമർപ്പിക്കട്ടെ. ഹിന്ദു ഏകതയുടെ പേരിൽ നമ്മെ ഇവിടെ ഒന്നിച്ചിരുത്തിയ ഋഷി പരമ്പരയുടെ ഗുരു പരമ്പരയുടെ സങ്കല്പത്തിന് മുന്നിൽ അതേ ഭക്തിവിശ്വാസങ്ങളോടെ നമസ്കരിക്കുന്നു. വേദിയെയും സദസ്സിനെയും ധന്യമാക്കിയ നിങ്ങൾ ഓരോരുത്തരുടെയും പാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമം. നമുക്കറിയാം, ഭാരതത്തിൽ അങ്ങോളം ഇങ്ങോളം ഏകദേശം 90,000-ഓളം ഹിന്ദു ഏകതാ സമ്മേളനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഹിന്ദു ഒറ്റക്കെട്ടായി നിൽക്കേണ്ടതിൻ്റെ ആവശ്യകത ഏറ്റവും കൂടുതലുള്ള
ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം ഓരോരുത്തരും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. വിവര സാങ്കേതിക വിദ്യകളിലൂടെ വിജ്ഞാനം വിരൽത്തുമ്പിലെത്തി നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ, സാങ്കേതിക വിദ്യകളൊക്കെ വിസ്മയം ജനിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ, പക്ഷെ നമുക്കറിയാം മനുഷ്യത്വം ലോകത്ത് ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങകലെ ചന്ദ്രനിലുള്ള ഒരു ഗർത്തത്തിന്റെ ആഴം ഇത്ര സെന്റിമീറ്റർ ആണ് എന്ന് അളക്കാൻ കഴിയുന്ന രീതിയിൽ സാങ്കേതിക വിദ്യകൾ പുരോഗമിച്ചു നിൽക്കുന്നു. പക്ഷേ തൊട്ടടുത്തിരിക്കുന്ന മനുഷ്യന്റെ മനസ്സിന്റെ വേദനയെ തൊട്ട് അറിയാൻ നമുക്ക് സാധിക്കാതെ പോകുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ലോകത്തെ സമസ്ത മനുഷ്യരാശിയും ഇത്തരത്തിലൊരു പ്രതിസന്ധി നേരിടുന്ന സമയത്ത് അവർക്കൊക്കെ ആശ്രയമാകുന്ന, അവർക്കൊക്കെ അഭയം തേടാവുന്ന ഒരേ ഒരു ജീവിത ദർശനമേ ഈ ലോകത്തുണ്ടായിട്ടുള്ളൂ, ഈ ലോകത്തുള്ളൂ, ഈ ലോകത്ത് നിലനിൽക്കുകയുള്ളൂ. ആ ദർശനത്തിന്റെ പതിനായിരക്കണക്കിന് വർഷങ്ങളായി നിരന്തരമായി ഒഴുകിക്കൊണ്ടിരിക്കുന്ന ആ സംസ്കാരത്തിന്റെ ഇങ്ങേ തലയിലെ കണ്ണികളാണ് നാം ഓരോരുത്തരും എന്ന ആ ബോധത്തിന്റെ തലത്തിലാണ് ഹിന്ദു ഏകതയ്ക്ക് വേണ്ടി നാം എല്ലാവരും ഇവിടെ ഒത്തുകൂടിയിട്ടുള്ളത്. ആ സംസ്കാരത്തെയാണ് നാം സനാതനം എന്ന് വിളിക്കുന്നത്. സനാതനം എന്ന് വെച്ചാൽ ആദിയും അന്തവും ഇല്ലാത്തത് എന്ന്, അതായത് തുടക്കവും ഒടുക്കവും ഇല്ലാത്തത്, നിരന്തരമായത് എന്നുള്ളത്. എങ്ങനെയാണ് ആ നൈരന്തര്യം ഈ സംസ്കാരത്തിന് വന്നത് എന്ന് ചോദിച്ചാൽ, നമുക്കറിയാം സനാതനം എന്ന പേര് പറയുമ്പോൾ തന്നെ അപ്പോ അതിനടിയിൽ കമന്റുമായിട്ട് ആളുകൾ വരുന്നത് നമ്പൂതിരിയുടെ സംബന്ധം പറഞ്ഞിട്ടാണ്. അതല്ലെങ്കിൽ തൊട്ടുകൂടാത്തവൻ, തൊഴിലിക്കൂടാത്തവൻ, വഴി നടത്തുകൂടാത്തവൻ, കുളത്തിൽ നിന്ന് വെള്ളം കുടിക്കാൻ സാധിക്കാത്തവൻ, ഭർത്താവ് മരിച്ചാൽ ഭാര്യ തീയിൽ ചാടി മരിക്കേണ്ടവൻ, ഇതൊക്കെ പറഞ്ഞിട്ടാണ് ഈ സനാതനം എന്ന വാക്ക് നമ്മൾ ഉച്ചരിച്ചാൽ തന്നെ അതിനടിയിൽ കമന്റുമായിട്ട് ആളുകൾ വരുന്നത്. ഞാൻ പറയുന്നത്, ഒരു രാഷ്ട്രത്തിന്, ഒരു രാജ്യത്തിന് ഇന്നത്തെ കാലഘട്ടത്തിൽ പുരോഗമിക്കണമെന്നുണ്ടെങ്കിൽ ഇനിയും ഒരു 100, 150, 200 വർഷം മുന്നോട്ടാണ് സഞ്ചരിക്കേണ്ടത് എന്നുണ്ടെങ്കിൽ ഭാരതത്തെ സംബന്ധിച്ച് ഭാരതത്തിന് പുരോഗമിക്കണം എന്നുണ്ടെങ്കിൽ 10,000-ഓ 50,000-ഓ വർഷം പുറകിലെ നമ്മുടെ സംസ്കാരത്തെ ഒന്ന് പൊടി തട്ടിയെടുത്താൽ മാത്രം മതിയെന്ന്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് സദാശിവ സമാരംഭം ശങ്കരാചാര്യ മധ്യമ. സദാശിവനിൽ നിന്ന് ആരംഭിച്ച ആ അറിവ് ഭാരതം എന്ന പേര് തന്നെ ഭാസിൽ രമിക്കുന്നവനെന്നാണ്, അതായത് അറിവിൽ വിളങ്ങുന്നവനെന്ന്. അറിവിനെയാണ് ഭാരതം
എക്കാലത്തും ബഹുമാനിച്ചിരുന്നത്. ഇന്ന് ശാസ്ത്ര പുരോഗതിയുടെ ഉത്തുംഗ ശൃംഗങ്ങളിൽ വിരാജിക്കുന്ന പാശ്ചാത്യരെ സംബന്ധിച്ച് അവരുടെയൊക്കെ പൂർവീകര് ഉടുതുണി ഉടുക്കാതെ കാട്ടില് നീലച്ചായം പൂശി നടന്നിരുന്ന കാലത്ത് വിജ്ഞാനത്തിന്റെ സകല മേഖലകളിലും വിരാജിച്ചിരുന്ന പൂർവീകരുള്ള നാടാണ് ഭാരതം. നമുക്കറിയാം, ആര്യഭടനും വരാഹമിഹിരനും എന്തിനേറെ നമ്മുടെ കയ്യെത്താ ദൂരത്തുള്ള സംഗമഗ്രാമം മാധവനുമൊക്കെ ഗണിതത്തിന് നൽകിയ സംഭാവനകള്, ആ സംഭാവനകൾ മുഴുവൻ ഇന്നും പാശ്ചാത്യ ലോകം പഠിച്ചു കഴിഞ്ഞിട്ടില്ല എന്നുള്ളത്. പ്രകാശത്തിന്റെ വേഗത ഇത്രയാണ് എന്ന് കൃത്യമായിട്ട് മരച്ചുവട്ടിലിരുന്ന് മനക്കണക്ക് കൊണ്ട് കണക്ക് കൂട്ടിയെടുത്ത സയനാചാര്യൻ നമ്മുടെ പൂർവീകനാണ്. ആ പ്രകാശവേഗത അത് തന്നെയാണ് എന്ന് പാശ്ചാത്യന് മനസ്സിലാവാൻ പിന്നീടും നൂറുകണക്കിന് വർഷങ്ങൾ കഴിയേണ്ടി വന്നു. ഭൂമി ഉരുണ്ടതാണ് എന്ന് ആര്യഭട്ടൻ പറഞ്ഞപ്പോ അതിനും ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ഭാഗവതത്തിൽ ഭൂഗോള വർണ്ണനയുണ്ട് നമുക്ക്. അതിനും ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് വേദങ്ങളിൽ ഭൂമിയുടെ ഘടനയെ കുറിച്ച് പറയുന്നു. കാലഗണന എടുത്തു നോക്കിയാൽ ഭാരതത്തിന്റെ കാലഗണന പ്രകാരം ബ്രഹ്മാവിന്റെ ഒരു ദിവസം എന്ന് പറയുന്നത് ആധുനിക കാലഗണനയുമായിട്ട് ബന്ധപ്പെട്ട് 4.25 ദശലക്ഷം വർഷമാണ്. അവരിപ്പോ അത് അംഗീകരിക്കണ്ടേ എന്നുള്ള ചർച്ചയിലാണ്. എന്താ 4.25 ദശലക്ഷം വർഷമാണോ ഈ ഭൂമി ഉത്ഭവിച്ചിട്ട് എന്നുള്ള കാര്യം അംഗീകരിക്കണോ വേണ്ടേ എന്നുള്ള ചർച്ചയിലാണ് പാശ്ചാത്യ ലോകം ഇപ്പോൾ. അത് ഭാരതത്തിന്റെ കാലഗണന പ്രകാരം ബ്രഹ്മാവിന്റെ ഒരു ദിവസമേ ആയിട്ടുള്ളൂ എന്ന്. വീണ്ടും നീണ്ടു കിടക്കുകയാണ് ചതുർയുഗങ്ങൾ. നമുക്ക് സത്യയുഗവും കൃതയുഗവും ദ്വാപരയുഗവും ഒക്കെ നമുക്ക് വീണ്ടും വീണ്ടും നീണ്ടു കിടക്കുകയാണ്. ധർമ്മത്തിന് വേണ്ടി ഭാരതത്തിലെ യുദ്ധം നടന്നിട്ട് ആ യുദ്ധം അവസാനിച്ച് ധർമ്മം സ്ഥാപിച്ചതിന് ശേഷം 5100 വർഷം പിന്നെയും കഴിഞ്ഞു. എന്നിട്ട് ആ സംസ്കാരത്തിന്റെ കൂടെയാണ് ഇന്നും നമ്മുടെ ചരിത്രകാരന്മാര് ഗ്രീക്ക് സംസ്കാരത്തെയും റോമൻ സംസ്കാരത്തെയും മെസപ്പൊട്ടോമിയൻ സംസ്കാരത്തെയൊക്കെ കൂട്ടിക്കെട്ടാൻ വേണ്ടി നോക്കുന്നത്. ഈ യവനന്മാരുടെ പെരുമ്പറ മുഴങ്ങിക്കഴിഞ്ഞാൽ ലോകം മുഴുവൻ കിടുകിടാൻ വിറച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഈ ഭൂമിയിലെ എന്താണോ ഏറ്റവും ഉത്തമമായത് അത് മുഴുവൻ തങ്ങൾക്ക് വേണമെന്ന് വാശി പിടിച്ചിരുന്ന റോമൻ സാമ്രാജ്യം ഉണ്ടായിരുന്നു. ജനങ്ങളെ മുഴുവൻ അടക്കി ഭരിച്ചിരുന്ന സീസർ ചക്രവർത്തിമാരുടെ ആ ചെങ്കോലും കിരീടവും ഒക്കെ ഇന്ന് എവിടെ പോയി? എന്നിട്ടും 1000 ആണ്ടുകള് അടിമത്വം പേറി ഭാരതം മുന്നോട്ട് പോയിട്ടും ഇന്നും നമ്മൾ ആ സനാതന ധർമ്മത്തിന്റെ വക്താക്കളായി നിലനിൽക്കുന്നു എന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ഈ സനാതന ധർമ്മത്തിന്റെ മഹത്വം ഒന്നുകൊണ്ട് മാത്രമാണ്. നമ്മളൊരു കഥ കേട്ടിട്ടുണ്ട്. പണ്ടൊരു നമ്പൂതിരി ആടിനെയും കൊണ്ട് പോകുന്ന സമയത്ത് ആ ആടിനെ കൈക്കലാക്കണമെന്ന് ചിന്തിച്ച ചില കള്ളന്മാര് അവര് ഗൂഢാലോചന നടത്തി പല സ്ഥലത്തായി നിന്നു. നമ്പൂതിരി ആടിനെയും കൊണ്ട് വരുന്ന സമയത്ത് പറഞ്ഞു,
ആദ്യത്തെ ആള് ചോദിച്ചു, തിരുമേനി ഈ പട്ടിയെയും കൊണ്ട് എങ്ങടാ പോകുന്നത് ചോദിച്ചു. അപ്പൊ തിരുമേനി പറഞ്ഞു, ഇത് പട്ടിയല്ല, ഇത് ആടാണ്. വീണ്ടും തിരുമേനി കുറച്ച് ദൂരം കൂടി മുന്നോട്ട് പോയി. മുന്നോട്ട് പോയ സമയത്ത് അടുത്ത ആള് ചോദിച്ചു, അല്ല തിരുമേനി ഈ പട്ടീനെയും കൊണ്ട് എങ്ങടാ പോണത് ചോദിച്ചു. അപ്പൊ തിരുമേനിക്ക് ചെറിയ സംശയമായി. എനിക്ക് തെറ്റുപറ്റിയതാണ്, ഇത് പട്ടി തന്നെയാണോ കയ്യിലിരിക്കുന്നത് അല്ലെ? പക്ഷെ എന്നാലും ധൈര്യപൂർവ്വം തിരുമേനി പറഞ്ഞല്ലേ ഇത് ആടാണെന്ന്. വീണ്ടും മുന്നോട്ട് പോയി കുറച്ചു ദൂരം കഴിഞ്ഞപ്പോഴേക്ക് അടുത്ത ആള് ചോദിച്ചു, അല്ല തിരുമേനി ഈ പട്ടീനെയും ചുമതന്നെ എങ്ങടാ പോകുന്നത്? അപ്പൊ തിരുമേനിക്ക് ഏതാണ്ടൊരു സംശയം വന്നു, ഇത് പട്ടി തന്നെയാണോ എന്നുള്ളത്. കുറച്ചും കൂടി മുന്നോട്ട് പോയ സമയത്ത് ആരും കാണാതെ തിരുമേനി ആ ആടിനെ ചുമലിൽ നിന്ന് ഇറക്കി വെച്ചു. ഈ സമയത്ത് ഈ കള്ളന്മാരൊക്കെ കൂടിയിട്ട് ഒത്തുകൂടിയിട്ട് ആടിനെ കശാപ്പ് ചെയ്ത് കഴിച്ചു. ഈ കഥ ഇവിടെ പറയാനുണ്ടായ സാങ്കത്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ സനാതനധർമ്മത്തെ ഇന്ന് ആടിനെ പട്ടിയാക്കി, പട്ടിയെ പേപ്പട്ടിയാക്കി അതിനെ തല്ലിക്കൊല്ലുന്ന അവസ്ഥയിലാണ് ഇതിന്റെ മുഴുവൻ ശത്രുക്കളും നമുക്ക് ചുറ്റും നിൽക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ എവിടെയാണ് നമുക്ക് പിഴച്ചത് എന്ന് നമ്മൾ ചരിത്രം പഠിക്കേണ്ടിയിരിക്കുന്നു. ആ ചരിത്രത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് കാലാകാലങ്ങളിൽ നവീകരിക്കപ്പെട്ട് അതാത് സമയത്ത് അവതരിക്കപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താക്കളിലൂടെയും ആത്മീയ ആചാര്യന്മാരിലൂടെയും ഗുരുപരമ്പരകളിലൂടെയും സമയാസമയങ്ങളിലെ നവീകരിക്കപ്പെട്ട് നിലനിൽക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഇതിനെ സനാതന സംസ്കാരം എന്ന് വിളിക്കുന്നത്. കാരണം അത് ഭഗവാൻ നമുക്ക് നൽകിയ വാക്കാണ്. യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനം അധർമ്മസ്യ തദാത്മാനം സൃജാമ്യഹം. എവിടെയാണോ അധർമ്മം തലപൊക്കുന്നത്, എവിടെയാണോ ധർമ്മത്തിന് ഗ്ലാനി സംഭവിക്കുന്നത്, ആ സമയത്ത് ഞാൻ അവതരിക്കുമെന്നുള്ളത് ഭഗവാൻ നമുക്ക് നൽകിയ വാക്കാണ്. അത് ഭഗവാൻ ശംഖചക്ര ഗദാധാരിയായിട്ട് അവതരിക്കുമെന്ന് നമ്മൾ ഒരിക്കലും തെറ്റായി ധരിക്കരുത്. കാരണം അഹം ബ്രഹ്മാസ്മി തത്വമസി അയമാത്മാ ബ്രഹ്മ പ്രജ്ഞാനം ബ്രഹ്മ എന്നൊക്കെ പറഞ്ഞ് വേദോപനിഷത്തുക്കളിലൂടെ നമ്മളെ ഉദ്ബോധിപ്പിക്കുന്നത് നീയാണ് ഭഗവാൻ എന്നാണ്. നമ്മുടെ ഒരു കവി പാടിയിട്ടുണ്ട്, ദയാപൂർവം അമ്പേ മൃഗത്വത്തിലാഴും നരന്മാർക്കു നീയേകി നാരായണത്വം. അല്ലെ, ദയാപൂർവം അമ്പേ മൃഗത്വത്തിലാകും നരന്മാർക്കു നീയേകി നാരായണത്വം. അതാണ് ഭാരതത്തിൽ ജനിച്ചു വീഴുന്ന ഓരോ വ്യക്തിയുടെയും ജീവിതത്തിന്റെ ലക്ഷ്യമെന്ന് പറയുന്നത്. കാരണം ഈ സംസ്കാരം നമുക്ക് വെച്ചു നീട്ടുന്നത്, ഈ സനാതന ധർമ്മം നമുക്ക് വെച്ചു നീട്ടുന്നത് ഈ നേരത്തെ പറഞ്ഞ വേദങ്ങളിലും ഉപനിഷത്തുക്കളിലും എല്ലാം നമ്മെ ഉദ്ബോധിപ്പിച്ച ഈ അവസ്ഥയിലേക്ക് ഓരോ മനുഷ്യനും, മൃഗത്വത്തിൽ ആന്ത് കിടക്കുന്ന ഓരോ മനുഷ്യനും ആ നാരായണത്വം കൈവരിക്കാം എന്നുള്ളത് തന്നെയാണ്. അതാണ് ഈ പുണ്യഭൂമിയുടെ പവിത്രത. അപ്പോ ആരാണ് ഹിന്ദു എന്ന് ചോദിക്കും അല്ലെ? ഈ സനാതന ധർമ്മത്തെ സ്വന്തം ധർമ്മമായിട്ട് കരുതി ആചരിച്ച് ജീവിക്കുന്ന ഏതൊരാളും ഹിന്ദുവാണ് എന്നത്. ആ സിന്ധു സിന്ധു പര്യന്ത യസ്യ ഭാരത ഭൂമിക പിതൃഭൂ പുണ്യഭൂശൈവ സവൈ ഹിന്ദു രിതിസ്മൃത എന്നാ പറയുന്നത്. ആരാണോ ഈ ഭൂമിയെ, ഈ ഭാരതഭൂമിയെ സ്വന്തം അമ്മയായി കരുതി, ആരാണോ ഇതിന്റെ പൈതൃകത്തെ സ്വന്തം പൈതൃകമായി കരുതി ജീവിക്കാൻ തയ്യാറാകുന്നത്, അവര് മുഴുവൻ ഹിന്ദുക്കളാണ്. കാരണം ഈ ഭാരതം സനാതന ധർമ്മ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം കേവലം ഒരു പിടി മണ്ണല്ല, അതല്ലെങ്കിൽ രാഷ്ട്രീയ അതിർത്തിയല്ല. ഈ ഭാരതം നമുക്ക് മോക്ഷമേകുന്ന ഭൂമിയാണ്, യോഗഭൂമിയാണ്, കർമ്മഭൂമിയാണ്, ധർമ്മഭൂമിയാണ്.
ഇവിടെ നമ്മൾ നടത്തിയ യുദ്ധങ്ങൾ മുഴുവൻ അത് മുഴുവൻ ധർമ്മത്തിന് വേണ്ടിയിട്ടാണ്, അല്ലെ? ഭഗവാൻ ഉപദേശിക്കുന്ന ഗീതയിലെ ആദ്യ ശ്ലോകം എന്താ? ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ, അല്ലെ? യുദ്ധം പോലും നമുക്ക് ധർമ്മം നിലനിർത്താൻ വേണ്ടിയിട്ടാണ്. അവിടെയാണ് നമ്മൾ നമ്മുടെ സംസ്കാരത്തെ മറക്കാതിരിക്കേണ്ടതെന്ന്. കാരണം തന്ത്രപൂർവം എല്ലാവരും നമ്മളെ പറഞ്ഞു പഠിപ്പിച്ചു. എന്ത്? അഹിംസ പരമോ ധർമ്മ. നമുക്ക് ലോജിക്കലി വളരെ ശരിയായിട്ട് തോന്നിയത് എന്താണ്? അഹിംസയാണ് പരമമായിട്ടുള്ള ധർമ്മം. അതിനിടെ ചില ആളുകൾ നമ്മളെ ബോധിപ്പിച്ചു എന്ത്? ഇടത് കവിളിൽ തടിച്ചാൽ വലത് കവിളും കാണിച്ചു കൊടുക്കണമെന്ന്, അല്ലേ? അങ്ങനെയായിരുന്നു ഭഗവാൻ കൃഷ്ണൻ ഉപദേശിച്ചിരുന്നത് എന്നുണ്ടെങ്കിലേ ഈ നാട്ടിൽ മഹാഭാരത യുദ്ധം ഉണ്ടാകുമായിരുന്നു. കാരണം അഹിംസ പരമോ ധർമ്മ എന്ന് പറയുന്ന ആ വരിയെ തുടർന്ന് വരുന്ന വരി ധർമ്മഹിംസ തദൈവച എന്നാണ്. എന്താണ്? ധർമ്മത്തിന് വേണ്ടിയുള്ള ഹിംസയും അംഗീകരിക്കപ്പെടുന്നതാണ് എന്നുള്ളതാണ്. അപ്പൊ കേവലം ഈ ഭാരതം എന്ന് പറയുന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയ അതിർത്തികൾ മാത്രമല്ല. പിന്നെന്താ? അവിടെയാണ് ആ കവിവചനം നമ്മൾ ഓർക്കേണ്ടത്. അന്യോന്യം അമ്പാശിവർ നീട്ടിവിട്ട കണ്ണോട്ടമേറ്റുണ്ടൊരു നല്ല രാജ്യം, അല്ലെ? കൈലാസത്തിലെ ശിവനും ഇങ്ങ് തെക്ക് കന്യാകുമാരിയിൽ അംബയും ഇരിക്കുകയാണ്. അവര് പരസ്പരം നോക്കിക്കൊണ്ടിരിക്കുന്ന, അവരുടെ കണ്ണീര് കൊള്ളുന്ന ആ നല്ല രാജ്യമാണ് ഭാരതം. പക്ഷേ നമ്മൾ മനസ്സിലാക്കണം, ഈ രാജ്യം നമ്മുടെ ഒത്തൊരുമ ഇല്ലായ്മ കൊണ്ട്, ഈ ധർമ്മത്തിനോടുള്ള നമ്മുടെ പ്രതിപത്തി ഇല്ലായ്മ കൊണ്ട് പല ഭാഗങ്ങളും മുറിഞ്ഞറ്റുപോയി, അല്ലെ? ദിഗന്ധങ്ങൾ ഉൾക്കൊണ്ട സാമ്രാജ്യം ഇപ്പോൾ ചുരുങ്ങി ചുരുങ്ങി ക്ഷയിക്കുന്നുവോ? മറഞ്ഞു മഹത്തായ ഗാന്ധാരദേശം, മറഞ്ഞു മഹോദാര ബ്രഹ്മപ്രദേശം, മുറിഞ്ഞറ്റു വീണു മനോരമ്യ ലങ്ക, മഹാദേവി ദിൻകാലിലെ പൊൽച്ചിലങ്ക എന്നാണ് പറഞ്ഞത്. ലങ്കയിലെ സനാതന ധർമ്മം നശിച്ചപ്പോ നമ്മൾ പറഞ്ഞത് മുറിഞ്ഞറ്റു വീണു മനോരമ്യ ലങ്ക, മഹാദേവി നിൻ കാലിലെ പൊൽച്ചിലങ്ക എന്നാണ്. അവിടെ ധർമ്മം പുനഃസ്ഥാപിച്ചുകൊണ്ട് ഭഗവാൻ ശ്രീരാമചന്ദ്രൻ തന്റെ ഭരണം അവിടെ നടത്തുകയല്ല ചെയ്തത്, മറിച്ച് പെറ്റമ്മയും പിറന്ന നാടും സ്വർഗത്തേക്കാൾ മഹത്തരം എന്ന് പറഞ്ഞ് തിരിച്ച് ഭാരതത്തിലേക്ക് വരികയാണ് ചെയ്തത്. പക്ഷേ അവിടെ ധർമ്മം സ്ഥാപിച്ചത് ഭഗവാൻ ശ്രീരാമചന്ദ്രൻ. ആ ശ്രീരാമചന്ദ്രന്റെ ധർമ്മപത്നിയായിട്ടുള്ള ജാനകിയുടെ ദേശം നേപ്പാൾ ഇന്ന് സനാതന ധർമ്മത്തിന്റെ കൂടെയില്ല. വിശാലോജ്വലം നിൻ മഹദ്ഭൂതകാലം, സ്മരിക്കേ സ്ഫുരിപ്പു വൃഥാ തപ്ത ഭാഷ്യം. എപ്പോഴാണോ നമുക്ക് നമ്മുടെ സംസ്കാരത്തിന്റെ ആ വിശാലോജ്വലമായിട്ടുള്ള ആ കാലഘട്ടത്തെ കുറിച്ച് സ്മരിക്കുമ്പോൾ നമ്മുടെ മനസ്സിനുള്ളിൽ ആ വിങ്ങൽ വരുന്നുണ്ടെങ്കിൽ, ആ വിങ്ങൽ വരുന്നവനാണ് യഥാർത്ഥത്തിൽ ഹിന്ദു. നിങ്ങളുടെ മതപരമായിട്ടുള്ള ആചാരമല്ല ഹിന്ദുവിനെ നിശ്ചയിക്കുന്നത്, മറിച്ച് എപ്പോഴാണോ നിങ്ങൾക്ക് ഈ ഭാരതം നിങ്ങളുടെ അമ്മയായിട്ട് തോന്നുന്നത്, ഗംഗയെ നിങ്ങൾക്ക് ദേവിയായിട്ട് തോന്നുന്നത്, ഗോവിനെ നിങ്ങൾക്ക് മാതാവായിട്ട് തോന്നുന്നത്, അപ്പോഴാണ് നിങ്ങൾ ഹിന്ദു ആകുന്നത്. ആ ഹിന്ദുവിനെ ഐക്യമില്ലായ്മയാണ് നമ്മുടെ മാനബിന്ദുക്കളൊക്കെ നമുക്ക് നഷ്ടപ്പെടാൻ കാരണം. 1056 മുഹമ്മദ് ഗസ്നി ഭാരതത്തിലേക്ക് ആക്രമിച്ച് കടന്ന സമയത്ത് നമ്മുടെ 12 ജ്യോതിർലിംഗങ്ങളിൽ ഒന്നായിരുന്ന സോമനാഥ ക്ഷേത്രം, നിങ്ങൾക്കറിയാം, ദ്വാരകയുടെ കടപ്പുറത്ത് തലയുയർത്തി നിന്നിരുന്ന ഹിന്ദുവിന്റെ അഭിമാന ബിന്ദുക്കളായിരുന്ന സോമനാഥ ക്ഷേത്രം
അന്ന് വെറും 7000 പടയാളികളെ കൊണ്ട് മുഹമ്മദ് ഗസ്നി അത് ആക്രമിക്കാൻ വേണ്ടി വരുന്ന സമയത്ത് 50,000-ഓളം ഭക്തന്മാരെ ആ ക്ഷേത്രത്തിന് ചുറ്റുമുണ്ടായിരുന്നു. 3 ദിവസത്തെ പോരാട്ടം കൊണ്ട് 50,000-ഓളം ഭക്തരെ കൊന്നൊടുക്കിയിട്ടാണ് മുഹമ്മദ് ഗസ്നി എന്ന ആ വർഗീയവാദി ആ ശിവലിംഗത്തെ തച്ചുടച്ച് ഇവിടെ നിന്നും കെട്ടിവലിച്ച് കാണ്ഡഹാറിലേക്ക് കൊണ്ടുപോയത്. വെറും ഒരു ശിലയ്ക്ക് വേണ്ടിയിട്ടായിരുന്നു ആ 50,000 പേര് ദേഹത്യാഗം ചെയ്തത്? അല്ല, മറിച്ച് അവരുടെ സംസ്കാരത്തിന് വേണ്ടിയിട്ടായിരുന്നു. അങ്ങനെ അനേകായിരങ്ങൾ ഈ സംസ്കാരത്തിന് വേണ്ടിയിട്ട് ദേഹത്യാഗം ചെയ്തിട്ടുണ്ട്. അവരുടെയൊന്നും ത്യാഗം വെറുതെ ആകരുത്. ആ ത്യാഗമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ സിരകളിലൂടെ ഒഴുകേണ്ട രക്തമാകേണ്ടത്. പക്ഷെ ഇന്നും നമ്മൾ ആ സനാതന ധർമ്മത്തെ മറന്നുകൊണ്ട് ഞാൻ നായര്, ഞാൻ നമ്പൂതിരി, ഞാൻ ഈഴവൻ, ഞാൻ OBC, ഞാൻ അവർണൻ, ഞാൻ സവർണൻ എന്നൊക്കെ പറഞ്ഞ് ഇവിടുത്തെ ഭരണകൂടം നൽകുന്ന ചെറിയ ചെറിയ അപ്പക്കഷ്ണത്തിന് വേണ്ടി തമ്മിലടിച്ചുകൊണ്ട് ഈ ഭാരതാംബയുടെ മനസ്സിനെ നോവിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് നമ്മുടെ ഈ ഹിന്ദു ഏകതാ സമ്മേളനത്തിന്റെ പ്രസക്തി വർദ്ധിക്കുന്നത്. പഞ്ചതന്ത്രത്തിലെ ഒരു കഥയുണ്ട്. വിഷ്ണു ശർമ്മൻ ഒരു ബ്രാഹ്മണ ബാലനെ ചെറിയ ചെറിയ കഥകളിലൂടെ ഉപദേശിച്ചുകൊണ്ട് ഒരു വലിയ ഹിന്ദു സാമ്രാജ്യം പടുത്തുയർത്തിയ പഞ്ചതന്ത്രം. ഒരുപക്ഷെ നമ്മളിൽ പലരും അത് കേട്ടിരിക്കാൻ സാധ്യതയിലാണ്. കാരണം എന്താ വെച്ചെങ്കിൽ നമ്മുടെ കുട്ടികളൊക്കെ പഠിക്കുന്നത് അക്ബറിന്റെയും ഔറംഗസീബിന്റെയും ഒക്കെ മൊബൈൽ നമ്പർ വരെ നമ്മൾ പഠിക്കും, അല്ലേ? പക്ഷെ രാജ്യം മുഴുവൻ, ലോകം മുഴുവൻ വെട്ടിപ്പിടിച്ച അലക്സാണ്ടർ ചക്രവർത്തി, ആ അലക്സാണ്ടർ ചക്രവർത്തി ഭാരതത്തിലേക്ക് വന്ന സമയത്ത് ഗംഗാതീരത്ത് ഒരു ഒറ്റത്തോർത്ത് കൊടുത്തൊരു സന്യാസി ഉണ്ടായിരുന്നു, ദണ്ഡ്യായനൻ എന്ന അദ്ദേഹത്തിന്റെ പേര്. ആ സന്യാസി തന്റെ സന്ധ്യാവന്തനം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ അലക്സാണ്ടർ ചക്രവർത്തിയുടെ യാത്രയിലുണ്ടാകുന്ന ഒരു പ്രതിഭാസം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അദ്ദേഹം കടന്നു വരുമ്പോൾ തന്നെ എല്ലാവരും വന്ന് അദ്ദേഹത്തെ ബഹുമാനിക്കുന്നു, ആദരിക്കുന്നു, അദ്ദേഹത്തിന്റെ ആ മേൽക്കോയ്മയെ അംഗീകരിക്കുന്ന ഒരു കാലഘട്ടം ആയിരുന്നു. പക്ഷെ ഈ ഗംഗാതീരത്ത് അലക്സാണ്ടർ വന്ന സമയത്ത് ഈ ദണ്ഡ്യായനൻ മാത്രം അദ്ദേഹത്തിന്റെ സന്ധ്യാവന്തനത്തിന് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. അലക്സാണ്ടർക്ക് തന്റെ ഈഗോ വർക്കൗട്ടായി. അദ്ദേഹം നേരെ ഊരിപ്പിടിച്ച വാളുമായിട്ട് ഈ ദണ്ഡ്യായനൻ എന്ന് പറയുന്ന ഒറ്റത്തോർത്ത് കൊടുത്ത ആ സന്യാസിയുടെ മുന്നിലെത്തി. അദ്ദേഹത്തോട് ചോദിച്ചു, ഞാൻ ആരാണെന്നറിയോ എന്ന് ചോദിച്ചു. ദണ്ഡ്യായനൻ പറഞ്ഞു, ഭാരതത്തിൽ എല്ലാവരും അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത് അത് തന്നെയാണ്, ഞാൻ ആരാണ്. ഇദ്ദേഹത്തിന് കലി കയറി. ഇദ്ദേഹം ഊരിപ്പിടിച്ച വാളുമായിട്ട് ഞാൻ കൊല്ലുമെന്ന് ആക്രോശിച്ചുകൊണ്ട് ഇദ്ദേഹത്തിന്റെ അടുത്ത് ചെന്നപ്പോ ഈ ദണ്ഡ്യായനൻ അലക്സാണ്ടർ ദി ഗ്രേറ്റിനോട് പറഞ്ഞു, അങ്ങൊരല്പം മാറി നിന്നാൽ എനിക്ക് ആ സൂര്യനെ നേരിട്ട് കാണാം, എന്റെ സന്ധ്യാവന്തനം പൂർത്തിയാക്കാം. അതിനുശേഷം അങ്ങെന്താ വേണ്ട ചെയ്തോളൂ, കാരണം അങ്ങേക്ക് എന്റെ ശരീരത്തെ മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ കഴിയൂ. ലോകം മുഴുവൻ വെട്ടിപ്പിടിച്ച് അലക്സാണ്ടർ സ്തബ്ധനായി പോയി എന്നുള്ളത്. കാരണം അദ്ദേഹത്തെ സംബന്ധിച്ച് അത്തരമൊരു ചിന്ത, അത്തരമൊരു ധൈര്യം കാണിക്കുന്ന ഒരു വ്യക്തി ഈ ലോകത്ത് അദ്ദേഹം ആദ്യമായിട്ട് കണ്ടുമുട്ടുകയായിരുന്നു. പിന്നീട് അലക്സാണ്ടർ ഈ ദണ്ഡ്യായനന്റെ ശിഷ്യത്വം സ്വീകരിച്ചു വന്നു. അതിനുശേഷമാണ് അലക്സാണ്ടർ പറയുന്നത്, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ, ഈ ലോകം മുഴുവൻ വെട്ടിപ്പിടിച്ച അലക്സാണ്ടർ ചക്രവർത്തി മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ 2 കൈകളും പുറത്തേക്കിട്ട് ശവമഞ്ചം കൊണ്ടുപോകണം. കാരണം ഈ ലോകം അറിയണം ഞാനിവിടെ വെട്ടിപ്പിടിച്ചതും കെട്ടിപ്പടുത്തതുമൊന്നും കൊണ്ടുപോകുന്നില്ല എന്ന് ഈ ലോകം അറിയണം എന്നത്. അതായിരുന്നു ഭാരതത്തിന്റെ സംസ്കാരം. അങ്ങനെ ഭാരതം ഈ ലോകം മുഴുവൻ കീഴടക്കിയത് വസുദൈവ കുടുംബകം എന്ന സങ്കല്പത്തിലൂടെയാണ്. ലോകം മുഴുവൻ ഒരു കുടുംബം എന്ന
സങ്കല്പത്തിലൂടെയാണ് ഭാരതം ഈ ലോകത്തെ മുഴുവൻ കീഴടക്കി. അതിനവൻ പ്രകൃതിയെ മാതാവായി കണ്ടു, ഭൂമിയെ ദേവിയായി കണ്ടു. ആരെയും കീഴ്പ്പെടുത്താൻ അവൻ ആഹ്വാനം ചെയ്തില്ല. ആ സംസ്കാരത്തിന്റെ, മഹിതമായ സംസ്കാരത്തിന്റെ പിന്തുടർച്ചക്കാരായ നമ്മളിപ്പോൾ അനുഭവിക്കുന്നത് നമ്മുടെ ഐക്യമില്ലായ്മയാണ്. അവിടെയാണ് ആ വിഷ്ണു ശർമ്മന്റെ കഥയിലേക്ക് നമുക്ക് വരാം. കാരണം കുറെ പ്രാവുകൾ ഒരു മരത്തിന്റെ മുകളിൽ ഇരിക്കുന്ന സമയത്ത് ഈ പ്രാവുകളെ പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു വേടൻ വല വിരിച്ചു. ആ മരച്ചുവട്ടിൽ ഒരു വല വിരിച്ച വേടൻ ആ വലയ്ക്ക് മുകളിലെ അരിമണികൾ വിതറിയിട്ടു. ഈ അരിമണികൾ കൊത്തിയെടുക്കാൻ വേണ്ടിയിട്ട് പാഞ്ഞെടുത്ത പറന്നിറങ്ങിയ പ്രാവുകളൊക്കെ ഈ വലയിൽ കുടുങ്ങിയത്. പ്രാവുകളൊക്കെ പല ദിശയിലേക്ക് പറന്നുയരാൻ വേണ്ടി നോക്കി, ആർക്കും അതിന് സാധിച്ചില്ല. പക്ഷെ അതിൽ ബുദ്ധിമാനായിട്ടുള്ള ഒരു പ്രാവുണ്ടായിരുന്നു, ഇവരുടെയൊക്കെ നേതാവ്. ആ നേതാവ് പറഞ്ഞു, നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടാൻ ഒരൊറ്റ മാർഗമേയുള്ളൂ, നമ്മൾ ഒറ്റക്കെട്ടായി ഈ വലയം കൊണ്ട് പറന്നുയരുക. ഞാനൊരു വിസിലടിക്കും, ആ വിസിലടിച്ച സമയത്ത് നമ്മൾ ഒറ്റക്കെട്ടായി ഈ വലയം കൊണ്ട് പറന്നുയരുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് രക്ഷപ്പെടാനുള്ള മാർഗം എന്ന് ഈ നേതാവ് പറഞ്ഞു. അങ്ങനെ ആ പ്രാവ് റെഡി 1 2 3 എന്ന് പറഞ്ഞ് ഒരു വിസിലടിച്ചു. ഈ വിസിലടിച്ച സമയത്ത് പല വഴിക്ക് പറന്നു ഉയരാൻ വേണ്ടി നിന്നിരുന്ന ആ പ്രാവുകൾ മുഴുവൻ ഈ വലയും കൊണ്ട് ഒറ്റ ദിശയിലേക്ക് ഉയർന്നു പൊന്തി വലയടക്കം അവരെ പറന്ന് രക്ഷപ്പെട്ടു എന്നതാണ്. ഇതുപോലെ ഹിന്ദു സമാജത്തിന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് 1925 ഒരു വിസിൽ മുഴങ്ങിയിരുന്നു. ആ വിസിൽ ശബ്ദത്തില് നമുക്കൊന്നിച്ച് ഈ വല ഉയർത്തി രക്ഷപ്പെടാൻ കഴിയുമെങ്കിൽ ഇത് നമ്മുടെ അവസാനത്തെ ബസ്സാണ്. ഇനി മറ്റൊരവസരം നമുക്കില്ല. അതേസമയം ഈ വേടൻ ഇട്ട് തരുന്ന അരിമണികൾക്ക് വേണ്ടിയിട്ട് ഞാൻ ബ്രാഹ്മണൻ, ഞാൻ ക്ഷത്രിയൻ, ഞാൻ വൈശ്യൻ, ഞാൻ ശൂദ്രൻ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വീണ്ടും വിഘടിച്ച് നിൽക്കുകയാണെങ്കിൽ വേടൻ വരും, പിടിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം ഈ തകർന്നടിഞ്ഞ എല്ലാ സംസ്കാരങ്ങളുടെയും ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും. ആ ചരിത്രത്തിന്റെ ചവറ്റുകുട്ടയിലേക്ക് പോകാനുള്ളതല്ല ഈ ലോകത്തിന് വഴികാട്ടിയാകുന്ന സനാതന ധർമ്മം എന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ അവസരം ഞാൻ ഉപയോഗിക്കുന്നത്. ഈ ഹിന്ദു ഏകതയിലൂടെ ഭാരതം അതിന്റെ വിശ്വഗുരു സ്ഥാനം വീണ്ടും ഏറ്റെടുക്കുന്ന ആ ശുഭമുഹൂർത്തത്തിനായി നമുക്ക് കാതോർത്തിരിക്കാം. നമുക്കെല്ലാം പരസ്പരം ആലിംഗനം ചെയ്യാൻ, ഞാൻ ബ്രാഹ്മണനല്ല, ഞാൻ ക്ഷത്രിയനല്ല, ഞാൻ വൈശ്യനല്ല, ഞാൻ ശൂദ്രനല്ല, മറിച്ച് ഞാൻ സനാതനിയാണ്, ഞാൻ ഈ ഭാരതാംബയുടെ പുത്രനാണ് എന്നുള്ള ഒരൊറ്റ മുദ്രയിലൂടെ നമുക്കൊക്കെ ഒറ്റക്കെട്ടായി മുന്നേറാം. എല്ലാവർക്കും ഈശ്വരന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട്, ഭാരതാംബയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട്, നമ്മുടെ ഒക്കെ വീടുകളിൽ നമ്മൾ ആരാധിക്കേണ്ട, നമ്മൾ ഉറച്ചു വിശ്വസിക്കേണ്ട, നമ്മുടെ പൂജാറുമുകളിൽ വെക്കേണ്ട ഒരേ ഒരു ചിത്രമാണ് ഭാരതാംബയുടെ ചിത്രം എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട്, നമ പാർവതി പദേ, ഹര ഹര മഹാദേവ്, ജയ് സനാതന ധർമ്മക്ക്. ശ്രീ മൗനയോഗി സ്വാമി അടുത്തതായി നമുക്ക് ഇന്ന് മുഖ്യ പ്രഭാഷകനായി ശ്രീ സുധീഷ് ബാബു അവർക്കാണ്. പേരവാദ ശ്രീ ദുർഗാ വിലാസ സ്കൂളിലെ പ്രധാന അധ്യാപകനായി ജോലി ചെയ്യുന്നതിനും കവി കൂടിയാണ്. തന്റെ 2 കവിതകൾ പ്രസിദ്ധീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. മികച്ച പ്രഭാഷകനും തത്വചിന്തകനും കൂടിയായ ശ്രീ സുധീഷ് ബാബു സാറിനെ ആദരവോടുകൂടി പ്രഭാഷണത്തിലേക്ക് സമാരാധ്യനായ യോഗാധ്യക്ഷൻ സംപൂജ്യ സ്വാമിജി
ഹരിനാരായൺജി, വേദിയിലെ വിശിഷ്ടരെ, സദസ്സിൽ സന്നിഹിതരായിരിക്കുന്ന ഗുരുജനങ്ങളെ, സഹോദരീ സഹോദരന്മാരെ, എല്ലാവരുടെയും പാദങ്ങളിൽ എൻ്റെ വിനീതമായ നമസ്കാരം. കറവപ്പയ്യായിട്ട് പ്രകൃതിയെ മൂക്കിൽ കയറിട്ട് മുന്നിൽ നിർത്തിയെന്നാലും നിരതിശയമാം പ്രഭാവത്താൽ ലോകാന്തര ഗ്രഹയാത്രക്കിറങ്ങിയെന്നാലും നരനിലെ ദേവൻ ഉറങ്ങുന്നു, ഭയങ്കര വിനാശത്തിൻ കിനാവു കാണുന്നു എന്നൊരു കവി ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. മനുഷ്യൻ അവൻ്റെ സ്വാമിജി പറഞ്ഞതുപോലെ ശാസ്ത്ര സാങ്കേതിക മികവുകൾ കൊണ്ടൊക്കെ ഒരുപാട് ഉയർന്നു പറക്കുമ്പോഴും അവൻ ഇന്ന് എത്തി നിൽക്കുന്ന ഒരു വലിയ പ്രതിസന്ധിയുണ്ട്. ഇപ്പം നമ്മളിവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഈ ഭൂമിയുടെ മറ്റൊരു ഭാഗത്ത് മിസൈലുകൾ ചീറിപ്പായുകയാണ്. ലോകാരാധ്യനായ ശാസ്ത്രജ്ഞൻ ഐൻസ്റ്റീനോട് ഒരു കുഞ്ഞു ചോദിച്ചു, ഒരു മൂന്നാം ലോക മഹായുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ ഏത് ആയുധമാണ് പ്രയോഗിക്കുക എന്ന്. ഐൻസ്റ്റീൻ പറഞ്ഞു, മൂന്നാം ലോക മഹായുദ്ധത്തിൽ ഏത് ആയുധമാണ് പ്രയോഗിക്കുക എന്ന് എനിക്കറിയില്ല, പക്ഷേ മൂന്നാം ലോക മഹായുദ്ധം കഴിഞ്ഞാൽ പിന്നീട് ഉപയോഗിക്കുന്ന ആയുധം ഏതാണെന്ന് ഞാൻ പറയാം. അപ്പോൾ വളരെ കൗതുകത്തോട് ചോദിച്ചു, അതേതാണ് ആയുധം? അദ്ദേഹം പറഞ്ഞു, അത് കല്ലുകളായിരിക്കും എന്ന് പറഞ്ഞു. കാര്യം ചിന്തിക്കുന്നവർക്ക് മനസ്സിലാവും. മൂന്നാം ലോക മഹായുദ്ധം കഴിഞ്ഞാൽ പിന്നെ മനുഷ്യൻ ശിലായുഗത്തിൽ നിന്ന് ആരംഭിക്കണം എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. അപ്പം മനുഷ്യൻ്റെ കണ്ടെത്തലുകളൊക്കെ അവൻ്റെ ആന്തര സംഘർഷങ്ങൾ വർദ്ധിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് സഹായിക്കുന്നത് എങ്കിൽ, അവന് ഈ ബാഹ്യമായ ലോകം വെട്ടിപ്പിടിക്കാൻ ഉള്ള ത്വര വളർത്താൻ മാത്രമാണ് സഹായിക്കുന്നത് എങ്കിൽ ലോകത്തിലൊരിക്കലും ശാന്തി ഉണ്ടാവില്ല. മറിച്ച് അവൻ്റെ ജീവിതം കൊണ്ട് അവൻ ആരെന്നറിയാൻ ശ്രമിക്കുകയാണ് എങ്കിൽ മാത്രമാണ് ശാശ്വതമായ ശാന്തി ഉണ്ടാവുകയുള്ളൂ. മഹാനായ ഐൻസ്റ്റീൻ തന്നെ മറ്റൊരിക്കൽ പറഞ്ഞു, വിദൂരമായ ഗ്രഹങ്ങളെക്കുറിച്ച് ഞാൻ പഠിച്ചു, വിദൂരമായ നക്ഷത്രങ്ങളെ ഞാൻ പഠിച്ചു, പക്ഷേ എൻ്റെ ഏറ്റവും സമീപസ്ഥമായ നക്ഷത്രത്തെക്കുറിച്ച് പഠിക്കാൻ എനിക്ക് സമയം ലഭിച്ചില്ല, അത് ഞാനായിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പം തന്നെ അറിയുക. ലോകത്തിന് വഴികാട്ടിയായി ഭാരതം ഇന്നും നിൽക്കുന്നു എന്ന് ആരാധ്യനായ സ്വാമിജി പറഞ്ഞു. 1500 അക്രമങ്ങൾക്ക് ശേഷവും ഇന്നും ഭാരതം നിലനിൽക്കുക മാത്രമല്ല, ലോകം ഇന്നും ഭാരതത്തിന് കാതോർക്കുകയാണ്. ഇപ്പോൾ ഒരു മഹായുദ്ധം നടക്കുമ്പോഴും ഭാരതം എന്തു പറയും, ഭാരതത്തിൻ്റെ നിലപാട് എന്തായിരിക്കുമെന്ന് ലോകം കാതോർക്കുകയാണ്. ഇത്രയും അത്ഭുതകരമായ ഒരു രാജ്യം, നേരത്തെ സ്വാമിജി പറഞ്ഞതുപോലെ കർമ്മത്തിൻ്റെയും ഭക്തിയുടെയും യോഗത്തിൻ്റെയും സമന്വയമായ ഒരു മഹാഭൂമി. എന്താണ് അതിൻ്റെ രഹസ്യം? അതെന്തുകൊണ്ട് ഇങ്ങനെ നിലനിൽക്കുന്നു? നേരത്തെ പറഞ്ഞല്ലോ, ലോകം വെട്ടിപ്പിടിക്കാൻ വന്ന ദാണ്ഡ്യായനൻ്റെ മുൻപിൽ ലോകം വെട്ടിപ്പിടിക്കാൻ വന്ന അലക്സാണ്ടർ ദണ്ഡനമസ്കാരം ചെയ്ത ഒരു സന്ദർഭം. തൻ്റെ ഊരിപ്പിടിച്ച വാളിന് മുൻപിൽ എത്രയോ സമ്രാട്ടുകൾ വിറകൊണ്ടിട്ടുണ്ട്, പക്ഷേ ഇവിടെ ഓതി നീണ്ട ജടയും നഖങ്ങളും ഭൂതിയും ചിര തപസ്വി എന്നതും എന്നൊക്കെ കവി പാടിയതുപോലെ ഈ അസ്ഥിമാത്രമായ ഈ ദേഹപഞ്ചരത്തിൽ നിന്ന് ഉയർന്നു വന്ന ഒരു ശ്ലോകമുണ്ട്. ദാണ്ഡ്യായനൻ പറഞ്ഞു, നൈനം ചിന്തന്തി ശസ്ത്രാണി നൈനം ദഹതി പാവക ന ചൈനം ക്ലേദയന്ത്യാപോ ന ശോഷയതി മാരുത അച്ഛേദ്യോയം അദാഹ്യോയം അക്ലേദ്യോ അശോഷ്യയേവച നിത്യ സർവഗതസ്ഥാണു അചലോയം സനാതന. നിങ്ങളുടെ വാളിനോ അഗ്നിക്കോ ജലത്തിനോ വായുവിനോ എന്നെ ഒന്നും ചെയ്യാൻ സാധ്യമല്ല, ഞാൻ സനാതനമായ ആത്മാവാണ്, നാശമില്ലാത്ത ആത്മാവാണെന്ന് ഞാൻ. ഈ ആത്മബോധം നേടിയവരുടെ നാട് ഈ നാടാണ് ഭാരതം. ഈ ഭാരതത്തിൽ ഈ ഒരു അറിവ് നേടാൻ കഴിയുക എന്നതാണ് ജീവിതത്തിൻ്റെ പരമമായ ലക്ഷ്യമായിട്ട് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ടാണ് ജീവിതത്തിൻ്റെ ചെറുപ്പത്തിൽ ബർണാഡ് ഷേ പറഞ്ഞിട്ടുണ്ട്, ഇഫ് യു ആർ നോട്ട് എ കമ്മ്യൂണിസ്റ്റ് അറ്റ് ദ ഏജ് ഓഫ് 30 ദാറ്റ് മീൻസ് യു ഹാവ് നോ ഹാർട്ട്. അന്ന് ഈ കമ്മ്യൂണിസവും സോഷ്യലിസ്റ്റും ഒക്കെ വല്ലാതെ പടർന്നു പിടിച്ച ഒരു കാലത്ത് ബർണാഡ് ഷാ പറയുകയാണ്, 30 വയസ്സുകളിൽ നിങ്ങൾക്ക് അത്തരത്തിലൊരു ആശയമില്ലെങ്കിൽ നിങ്ങൾ ഹൃദയശൂന്യനാണെന്ന് ഞാൻ പറയും.
ആരും വിഷമിക്കണ്ട, അടുത്ത വാചകം കൂടെ കേൾക്കുക. ഇഫ് യു ആർ സ്റ്റിൽ എ കമ്മ്യൂണിസ്റ്റ് അറ്റ് ദ ഏജ് ഓഫ് 40, ദാറ്റ് മീൻസ് യു ഹാവ് നോ ഹെഡ് എന്നാണ് അദ്ദേഹം പറയുന്നത്. നിങ്ങൾ 40 വയസ്സിലും അതിൽ തുടരുകയാണെങ്കിൽ നിങ്ങൾക്ക് തലച്ചോറില്ലെന്ന് ഞാൻ പറയുമെന്ന്. കാരണം എന്താ? ഇത് കേവലമായ ഒരു ക്ഷണികമായ യുവത്വത്തിലെ ഒരു തോന്നലാണ്, അത് ശാശ്വതമായ നിലനിൽപ്പിനുള്ളതല്ല. അതുകൊണ്ടാണ് ഭാരതത്തിലെ, കേരളത്തിലെ ഒരു മഹാനായ കവി, വലിയ വിപ്ലവ വരികളൊക്കെ എഴുതിയിട്ടുള്ള ആളാ, പക്ഷെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ സായന്തനത്തിൽ അദ്ദേഹം പറഞ്ഞു, ആരണ്യാന്തര ഗഹ്വരോദര തപസ്ഥാനങ്ങളിൽ സൈന്ധവോദാരശ്യാമ മനോഭിരാമ പുളിനോപാന്ത പ്രദേശങ്ങളിൽ ആരന്തർമുഖം ഈ പ്രപഞ്ച പരിണാമോദ്ഭിന്ന സർഗക്രിയാസാരം തേടി അലഞ്ഞു പണ്ട് അവരിലെ ചൈതന്യമെൻ ദർശനം. ആരാണോ ഗിരിഗഹ്വരങ്ങളില്, വനാന്തരങ്ങളില് ഏകാന്തമായ തപശ്ചര്യകളിൽ ഏർപ്പെട്ടുകൊണ്ട് ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിസ്ഥിതി സംഹാരാത്മകമായ 3 ഭാവങ്ങളെ കുറിച്ച്, അതിൻ്റെ ഉണ്മയെ, അതിൻ്റെ പൊരുളിനെ തേടി തപം ചെയ്തത്, ആ ഋഷി പരമ്പരയുടെ പാരമ്പര്യമാണ് എൻ്റെ രക്തത്തിലൂടെ ഒഴുകുന്നത്. ഇതാണ് ഭാരതത്തിൻ്റെ പാരമ്പര്യം. അതുകൊണ്ടാണ് വിവേകാനന്ദ സ്വാമിജിയോട് ഒരിക്കൽ ഒരാൾ ചോദിച്ചു, ഷാൽ ഹിന്ദുയിസം ഡൈ? ഹിന്ദു ധർമ്മം നശിക്കുമോ? ഒരുപാട് തരത്തിലുള്ള പ്രതിസന്ധികൾ, ഇന്ന് മാത്രമല്ല എന്നും പ്രതിസന്ധികളാണ്. ബാലാരിഷ്ടത തീരാത്തൊരു ധർമ്മമാണിത്, എന്നും പ്രതിസന്ധിയാണ് ഓരോരോ രൂപത്തിൽ. അപ്പം ഇത് കാണുമ്പോൾ ദീർഘവീക്ഷണമില്ലാത്തവർ ഭയന്നു പോകും. അപ്പം ഇത് നശിക്കുമോ, ഇതില്ലാതാകുമോ ഇത് വലിയ ആശങ്കയോടുകൂടി ചോദിച്ചപ്പോൾ സ്വാമിജി ഒരു മറുചോദ്യമാണ്. ഡിയർ ബ്രദർ, where else in this world you can see persons renouncing the whole world, studying in forests, seeking the eternal truth? When such godlike persons stood upon this land, shall Hinduism die? പ്രിയ സഹോദര, ഈ ഭാരതത്തിലല്ലാതെ എവിടെയാണ് നിങ്ങൾക്ക് ജീവിതത്തിൻ്റെ എല്ലാ സ്വർഗീയ ഭോഗ്യങ്ങളെയും തൃണവൽഗണിച്ചുകൊണ്ട് കൗപീനമാത്രധാരികളായി വനാന്തരത്തിൽ സത്യാന്വേഷികളായി അലയുന്ന ഋഷീശ്വരന്മാരെ കാണാൻ കഴിയുക? അങ്ങനെയുള്ള ഋഷീശ്വരന്മാര്, ഈശ്വര പുരുഷന്മാര് ജീവിച്ചിരിക്കുമ്പോൾ ഈ ധർമ്മം നശിക്കുമോ? തിരിച്ചൊരു ചോദ്യമാണ്. എന്തുകൊണ്ടാണ് ഇത് സനാതനമായി നിന്നത്? ഇത് സനാതനമായി നിന്നത് സ്വന്തം ജീവിതത്തെ സമ്പൂർണമായി ഈ സമാജത്തിന് വേണ്ടി സമർപ്പിച്ച്, സത്യാന്വേഷണത്തിന് വേണ്ടി സ്വജീവിതം ഒഴിഞ്ഞു വെച്ച്, അങ്ങനെ നേടിയ അറിവ് കൊണ്ട് ഈ ലോകോദ്ധാരണത്തിന് വേണ്ടി പ്രവർത്തിച്ച് ജീവിച്ച് സത്യത്തിൽ വിലയിച്ച മഹാപുരുഷന്മാരുടെ അനുസ്യൂതമായ പരമ്പരയുടെ മണ്ണാണ് ഭാരതം. ഈ മണ്ണിൻ്റെ ആത്മാവിൻ്റെ സ്വാഭാവികമായ പരിണതിയാണ് ഇവിടെ നേരത്തെ പറഞ്ഞ 1925 ആ ഉയർന്ന ശബ്ദം. ആ 25 ഉയർന്ന ഒരു വിസിൽ എന്ന് പറഞ്ഞില്ലേ, ആ വിസിലിനെ പറ്റി ഒരു ഡെഫിനിഷൻ പണ്ട് ദാദാ പരമാർത്ഥ എന്ന് പറയുന്ന പ്രചാരകനോട് ചോദിച്ചു, വാട്ട് ഈസ് RSS? അദ്ദേഹം കൊടുത്തതിനേക്കാൾ വലിയ നിർവചനം ആരും കൊടുത്തിട്ടില്ല. അദ്ദേഹം പറഞ്ഞു, RSS ഈസ് എൻ എവല്യൂഷൻ ഓഫ് ദി ലൈഫ് മിഷൻ ഓഫ് ദ ഹിന്ദു നേഷൻ. ഹിന്ദു രാഷ്ട്രത്തിന്റെ ആത്മാവിന്റെ സ്വാഭാവികമായ വികാസമാണ് RSS. അത് കേവലമായ സംഘടനയല്ല. ഈ അനാദിയായ രാഷ്ട്രത്തിന്റെ, വിവേകാനന്ദ സ്വാമികൾ പറഞ്ഞു, സഹസ്രാബ്ദങ്ങളായി ലോകത്തിലെ മറ്റ് സംസ്കാരങ്ങൾ ഏതു വഴി പോകണമെന്നറിയാതെ, ദിശയറിയാതെ ഉഴലുമ്പോൾ, നടുക്കടലിലെ വഴിയറിയാതെ, തീരമറിയാതെ കപ്പലുകൾ വലയുമ്പോൾ അവർക്ക് തുറമുഖത്തേക്കുള്ള വഴി കാണിക്കുന്ന പ്രകാശഗോപുരം പോലെ സഹസ്രാബ്ദങ്ങളായി ലോകത്തിന് വഴികാട്ടുന്ന മഹിതമായ നാടാണ് ഭാരതം. ഈ നാടിൻ്റെ ജീവന്റെ, ആത്മാവിൻ്റെ സ്വാഭാവികമായ പരിണതി എന്നാണ് രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന് പറഞ്ഞത്. കാരണം അത് സ്വാഭാവികമായി ഉണ്ടാകേണ്ടിയിരിക്കുന്നു. അതിനെ ദീർഘകാലം നയിച്ച മഹാനായ ഗുരുജി ഗോൾവൽക്കർ സന്യാസം സ്വീകരിക്കാൻ വേണ്ടി ശ്രീരാമകൃഷ്ണ ശിഷ്യനായ അഖണ്ഡാനന്ദ സ്വാമിജിയുടെ പാദങ്ങളിൽ തന്നെ സമർപ്പിച്ചതാ. അപ്പൊ സ്വാമിജി പറഞ്ഞു, നിനക്ക് മാധവ, നിനക്ക് ചെയ്തു തീർക്കാനായി മഹത്തായ ഒരു ദൗത്യം കാത്തിരിപ്പുണ്ട്. ഇന്ന് ഭാരതത്തെ നയിക്കുന്ന അഭിനവ നരേന്ദ്രൻ, വിവേകാനന്ദന് ശേഷം മറ്റൊരു നരേന്ദ്രൻ, ആ നരേന്ദ്രനും സന്യാസം തേടി ശ്രീരാമകൃഷ്ണ മിഷനില് ആത്മസ്ഥാനന്ദജി മഹാരാജിന്റെ പാദങ്ങളിൽ സമർപ്പിച്ചതാ.
ആ നരേന്ദ്രനോടും പറഞ്ഞു, നിനക്ക് ചെയ്തു തീർക്കാൻ മറ്റൊരു മഹാദൗത്യമുണ്ട്. അപ്പൊ കൃത്യമായി നമ്മൾ കണ്ണു തുറന്നു നോക്കിയാൽ കാണാൻ സാധിക്കും, ഇത് ഋഷിഭാരതത്തിന്റെ, ആർഷഭാരതത്തിന്റെ, ഈ തപോഭൂമിയുടെ, ഈ ചിരവന്ധ്യമായ മഹർഷീശ്വരന്മാരുടെ മഹിതമായ ഈ മണ്ണിന്റെ സ്വാഭാവികമായ തപസ്സിന്റെ പരിണതിയാണ്. അത് നടന്നേ പറ്റൂ. വിവേകാനന്ദ സ്വാമിജി ഇതൊക്കെ ദർശിച്ചിട്ടുണ്ട്. ഒരിക്കൽ വേലൂർ മഠത്തില് സ്വാമിജി ഇങ്ങനെ ഇരിക്കുകയാണ്, വളരെ ചിന്താധീനനായിട്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ യോഗ നയനങ്ങൾ വിദൂര ചക്രവാളങ്ങളിലേക്ക് നീണ്ടിരിക്കുന്നു. മുന്നിലൂടെ ഗംഗ അങ്ങനെ പ്രവഹിക്കുകയാണ്. അപ്പോൾ ഒരു ശിഷ്യൻ ചോദിച്ചു, സ്വാമിജി എന്തിനെക്കുറിച്ചാണ് ഇത്ര ഗാഢമായി ചിന്തിക്കുന്നത്? സ്വാമിജി പറഞ്ഞു, ഐ ക്യാൻ ക്ലിയർലി സീ ദ ഫ്യൂച്ചർ ഓഫ് ഇന്ത്യ. ഞാൻ ഭാരതത്തിന്റെ ഭാവി കൃത്യമായി കാണുകയാണ്. ഷീ വിൽ വൺസ് അഗെയിൻ കം അപ്പ്, ഹോളി റിജുവനേറ്റഡ്, സിറ്റിംഗ് ഓൺ ഹെർ സിൽവർ ത്രോൺ. ഒരിക്കൽ കൂടി അവളുടെ രജത സിംഹാസനത്തില് സർവാലങ്കാര വിഭൂഷിതയായി ഭാരതമാതാവ് ഇരിക്കുന്നത് ഞാൻ കാണുന്നു. ലോകത്തെ ഭാരതം നയിക്കും. ഇത് ഞാൻ കൃത്യമായി കാണുകയാണ്. സ്വാമിജിയെ പോലെയുള്ള ക്രാന്തദർശികള്, ഋഷീശ്വരന്മാരിത് കണ്ടിട്ടുണ്ട്, ഭാരതം ലോകത്തെ നയിക്കുന്നത്. അതിൻ്റെ സമയമാണ് ഇപ്പോൾ നടക്കുന്നത്. ഇതിനാകപ്പാടെ ചെറിയൊരു കുഴപ്പമേ ഉള്ളൂ. അത് സ്വാമിജി പറഞ്ഞതുപോലെ എന്താണത്, ഒന്നിച്ച് പറക്കാൻ പറയുമ്പോൾ ചിലരപ്പം മൊബൈൽ എടുത്തിട്ട് ഞാനൊന്ന് വിളിക്കട്ടെ, എൻ്റെ നേതാവിനോട് ചോദിക്കട്ടെ ഇപ്പോൾ പറക്കാറായോ എന്ന് പറയും. ഇങ്ങനൊരു പ്രശ്നം മാത്രമാണ് നമുക്കുള്ളത്. പറക്കാനായിട്ട് എങ്ങാനും ഒന്ന് ഒരുങ്ങിയാൽ അപ്പോഴേക്കും ഇതിൻ്റെ ഇടയിൽ ചില പ്രശ്നങ്ങൾ വരും. അപ്പം ഇവരെ ഒന്നിച്ച് പറക്കാൻ പ്രേരിപ്പിക്കുക എന്നതാണ് വാസ്തവത്തിൽ ഇത്തരത്തിലുള്ള സമ്മേളനങ്ങളുടെ ലക്ഷ്യം. കാരണം ഈ മണ്ണിൽ ജന്മം കൊണ്ട് കഴിഞ്ഞാൽ മറ്റു നാട്ടിലെ പോലെയല്ല. മറ്റു നാട്ടിൽ കേവലം ജീവിച്ചു മരിക്കുകയാണ്. ഇവിടെ ഈ ശരീരത്തെ പൂജിക്കുന്ന നാടല്ലത്. ഈ ശരീരം കേവലം ഒരു ഉപകരണം മാത്രമാണ്. ഇതിൻ്റെ ആവശ്യം കഴിഞ്ഞാൽ പോവും. വാസാംസി ജീർണാനി യഥാവിഹായ നവാനി ഗൃഹാതി നരോപരാണി തഥാ ശരീരാണി വിഹായ ജീർണാനി അന്യാനി സംയാതി നവാനി ദേഹി എന്ന് ഗീതയിൽ പറയുന്നുണ്ട്. വയസ്സാവുമ്പോൾ അല്ലെങ്കിൽ ഇത് ജീർണമാകുമ്പോൾ ഒരു പാഴ്വസ്ത്രം പോലെ ഈ ശരീരത്തെ ഉപേക്ഷിച്ച് ആത്മൻ മറ്റൊരു രഥത്തിൽ കയറി യാത്ര തുടരും. ആത്മാവിൻ്റെ അനവരതമായ യാത്രയിൽ എത്രയോ യന്ത്രങ്ങളിലൂടെ, എത്രയോ വാഹനങ്ങളിലൂടെ കയറി ഇറങ്ങി. അതിലൊന്ന് മാത്രമാണ് ഈ ശരീരം. ഈ ശരീരമല്ല നമ്മുടെ ലക്ഷ്യം. നമ്മുടെ ആചാര്യന്മാർ പറഞ്ഞു, ശീര്യതേ ഇതി ശരീരഃ, നശിക്കുന്നതാണ് ശരീരം. അപ്പം നശിക്കുന്ന ഈ ശരീരത്തെ ഉപയോഗിച്ചുകൊണ്ട് നശിക്കാത്തതിനെ അറിയുക. അങ്ങനെ ഭാരതത്തിലെ ഋഷീശ്വരന്മാർ സത്യം തേടി. അതുകൊണ്ടാണ് കവി പാടിയത്, ഭാരതവർഷത്തിലെ പൂർവരാം ഋഷീന്ദ്രന്മാർ പാരിൻ്റെ അടിക്കല്ല് വാർത്ത് കണ്ടറിഞ്ഞവർ. ഈ ലോകത്തിൻ്റെ നിലനിൽപ്പിൻ്റെ രഹസ്യം അറിഞ്ഞവരാണ് നമ്മുടെ പൂർവികര്. അവരെന്ത് രഹസ്യം മനസ്സിലാക്കിയത്? അവർ മനസ്സിലാക്കിയ രഹസ്യം ഇതാണ്: യാതൊന്നാണോ ഈ പ്രപഞ്ചം മുഴുവനും തന്നെ തിങ്ങി വിങ്ങി നിറഞ്ഞു നിൽക്കുന്നത്, അകവും കുറവും തിങ്ങുമെന്ന് മഹാനായ യോഗി ശ്രീനാരായണൻ പാടിയത്. ആ അകവും പുറവും തിങ്ങി നിൽക്കുന്ന ആ മഹാശക്തി തന്നെയാണ് എന്നിൽ നിറഞ്ഞിരിക്കുന്നത്. അത് ഞാൻ തന്നെയാണ്. അത് എന്നിൽ നിന്ന് അന്യമല്ല. അതുകൊണ്ടാണ് ഭാരതീയ ദർശനങ്ങള് ആഴത്തിൽ പഠിച്ച ഒരു എഴുത്തുകാരൻ മുഹമ്മദ് ബഷീർ പറഞ്ഞു, ഒന്നും കണക്കറിയാഞ്ഞിട്ടല്ല, അദ്ദേഹം പറഞ്ഞത് ഇമ്മിണി വലിയ ഒന്നെന്നാ. കാരണം എന്താ? രണ്ടില്ലാത്തതുകൊണ്ട് എങ്ങനെ രണ്ടിനെ കുറിച്ച് പറയും? ഇതാണ് പരമമായ അദ്വൈതം. ഞാനും ഈശ്വരനും ഒന്നാണ്, ഞാൻ ഈശ്വരൻ തന്നെയാണ്. ഈ ഒരു വലിയ തിരിച്ചറിവിൽ നിന്ന് എന്താണ് ഉണ്ടായത്? അന്യമായിട്ടൊന്നുമില്ലാത്തൊരവസ്ഥ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. അമ്മ ശാരദാദേവി മഹാസമാധിയുടെ സമയത്ത് കൂടെ നിന്ന ഒരു ഭക്തയോട് പറയുന്നുണ്ട്, ശാശ്വതമായ മനഃശാന്തി വേണമെങ്കിൽ മകളെ ഒന്നറിയൂ, ഈ ലോകം അന്യമല്ല, ഈ ലോകത്താരും അന്യരല്ല, ഈ ലോകം അന്യമല്ല, ലോകത്താരും നിനക്ക് അന്യരല്ല, എല്ലാം നീ തന്നെയാണ്. ഇത് അറിഞ്ഞ സമയത്ത് ഇവിടെ നിന്ന് ഒരു പ്രത്യേക ജീവിത രീതി ഉണ്ടായി. ഇതിൻ്റെ പേരാണ് ധർമ്മം. ആ ധർമ്മം എന്ന് പറയുമ്പോൾ ലോകത്തെ എല്ലാ ചരാചരങ്ങൾക്കും ജീവിക്കാൻ അനുവദിക്കുന്ന, ജീവിക്കുകയും ജീവിക്കാൻ അനുവദിക്കുകയും ചെയ്യുന്ന ഒരു സംസ്കാരമാണ്. ലിവ് ആൻഡ് ലെറ്റ് ലിവ്. ജീവിക്കുക, ജീവിക്കാൻ അനുവദിക്കുക. ഇതാണ് ഭാരതത്തിൻ്റെ മഹത്തായ ദർശനം.
ജീവിക്കാൻ വേണ്ടി, എൻ്റെ ജീവിതത്തിന് വേണ്ടി മറ്റെല്ലാം തച്ച് തകർക്കുകയല്ല. ഞാൻ ജീവിക്കുന്നതോടൊപ്പം നിങ്ങൾക്കും ജീവിക്കാൻ കഴിയണം. മഹാനായ ഗുരു നാനാക്ക് ശിഷ്യരുമൊത്തൊരു യാത്ര പോവുക. ഒരു മഠത്തിലെത്തി. അപ്പൊ തൻ്റെ ശിഷ്യനെ അകത്തേക്ക് വിട്ടു. ഞങ്ങൾ കുറച്ചു പേർക്ക് ഈ മഠത്തിൽ ഒരു രാത്രി തങ്ങാൻ സൗകര്യമുണ്ടോ എന്ന് ചോദിക്കാൻ പറഞ്ഞു. അകത്ത് പോയ ശിഷ്യൻ തിരിച്ചു വന്നിട്ട് പറഞ്ഞു, മഠാധിപതി പറഞ്ഞു, ഇവിടെ നിറഞ്ഞിരിക്കുകയാണ്, ഇവിടെ ആർക്കും താമസിക്കാൻ പറ്റില്ല എന്നും പറഞ്ഞ് അദ്ദേഹം ഒരു ഗ്ലാസ് പാൽ ഇങ്ങോട്ട് കൊടുത്തയച്ചിട്ടുണ്ട് ഗുരുനാനാക്കിന്. ആ ഗ്ലാസ് പാൽ എന്ന് പറഞ്ഞാൽ ഗ്ലാസ്സിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. അനങ്ങിയാൽ പുറത്തേക്ക് പോകും. നാനാക്ക് ആ ഗ്ലാസ്സിലേക്ക് നോക്കിയിട്ട് ചുറ്റിലും ഒന്ന് കണ്ണോടിച്ച് ഒരു കാട്ടുപൂവ് പൊട്ടിച്ചെടുത്തിട്ട് ഈ പാലിലിട്ടിട്ട് തിരിച്ച് അങ്ങോട്ട് തന്നെ കൊടുത്തയച്ചു. ഈ പാൽ അകത്ത് ചെന്നതും ആ മഠാധിപതി എഴുന്നേറ്റ് വന്ന് ഗുരുനാനാക്കിനെ സാഷ്ടാംഗം പ്രണമിച്ച് ഗുരുനാനാക്കിനെയും കൂട്ടാളികളെയും ആശ്രമത്തിലേക്ക് സ്വീകരിച്ചു. ഇതൊരു മൗനമായ ഒരു സന്ദേശമാണ്. ഇവിടം നിറഞ്ഞിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഗുരുനാനാക്ക് പറയുന്നത്, ഈ പാലിൽ ഈ പൂ കിടക്കുന്നത് പോലെ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാക്കാതെ ഞങ്ങൾ കഴിഞ്ഞോളാം എന്നാണ്. ഇതൊരു വലിയ ദർശനമാണ്. ജീവിക്കുക, ജീവിക്കാൻ അനുവദിക്കുക. ഇതാണ് ഭാരതം ലോകത്തിന് മുൻപിൽ വെച്ച ഏറ്റവും വലിയ ദർശനം. ഭാരതത്തിൻ്റെ ആത്മാവായ രാമൻ. ഭാരതം ഈ അടുത്ത കാലത്ത് എന്തുകൊണ്ട് അങ്ങനെ കുതിച്ചുകൊണ്ടിരിക്കുന്നത്? എനിക്കൊരു സംശയമില്ലാത്ത കാര്യം അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠ കഴിഞ്ഞതുകൊണ്ടെന്നാണ് എൻ്റെ ഉത്തരം. കാരണം ഈ നാട് കുറേ നാള് അതിൻ്റെ ജീവൻ അതിൻ്റെ ശരീരത്തിൻ്റെ പുറത്ത് നിൽക്കുകയായിരുന്നു. ജീവൻ അകത്ത് കയറിയത്, ഈ രാഷ്ട്രം രാമൻ്റെ രാഷ്ട്രമാണ്, രാമൻ്റെ രാജ്യമാണ് എൻ്റെ രാജ്യം എന്ന് പറഞ്ഞാലാണ് ഗാന്ധിജി. ആ രാമൻ്റെ ജീവൻ പുറത്ത് നിൽക്കുകയായിരുന്നു. ആ രാമൻ്റെ ജീവനെ പ്രാണപ്രതിഷ്ഠ ചെയ്ത് എപ്പോൾ പ്രതിഷ്ഠിച്ചോ അപ്പോഴാണ് ഈ രാഷ്ട്രത്തിന് ശരിയായ ജീവൻ വെച്ചത്. ആ ശരിയായ ജീവൻ വെച്ച രാഷ്ട്രം അതങ്ങനെ കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ലോകത്തെല്ലാവർക്കും ശാന്തി നൽകിക്കൊണ്ടിരിക്കുക. ശാന്തി നൽകാനാണ് ഭാരതത്തിൻ്റെ സന്ദേശം തന്നെ. അതാണ് ലോകത്തിന് മുഴുവനും തന്നെ ശാന്തി. ജീവിക്കുക, ജീവിക്കാൻ അനുവദിക്കുക. ഒന്നും തനിക്ക് വേണ്ടി വെട്ടിപ്പിടിക്കുകയല്ല. ഇപ്പൊ ഭാരതത്തിൻ്റെ ആത്മാവായ രാമന്റെ ജീവിതം നോക്കൂ. രാമൻ പോകുന്ന വഴിയിൽ ധർമ്മത്തിനു വേണ്ടി സംപൂജ്യനായ സ്വാമിജി പറഞ്ഞു, അഹിംസ പരമോ ധർമ്മ, ധർമ്മഹിംസ തഥൈവച. കൊച്ചു കുഞ്ഞായിട്ടിരിക്കുമ്പോൾ രാമനെ കാട്ടിലേക്ക് കൊണ്ടുപോയി. കാട്ടിൽ പ്രവേശിച്ച ഉടനെ ഭയങ്കരമായ ഇടിനാദം പോലെയുള്ള ശബ്ദം കേട്ടു. അപ്പോ ചോദിച്ചു രാമൻ, ഗുരു മഹർഷേ, ആ ശബ്ദം എന്താണ്? ആ വലിയ അട്ടഹാസം കേൾക്കുന്ന എന്താണ്? അപ്പോൾ വിശ്വാമിത്രൻ പറഞ്ഞു, അത് താടകയാണ്. താടക എന്ന ഭയങ്കരിയാണ്. അവൾ ആരാ? അവളെ പേടിച്ചാരും നേർവഴി നടപ്പീല, ഭുവനവാസി ജനം ഭുവനേശ്വര പുറ്റി. കൊല്ലണം അവളെ നീ വല്ല ജാതിയും അതിനില്ല സംശയമെന്നു മാമുനി പറഞ്ഞപ്പോൾ മെല്ലവേ ഒരു ചെറുഞാണൊലിയിട്ടു രാമൻ. എല്ലാ ലോകവും ഒന്ന് വിറച്ചിതതു നേരം. രാമായണം വായിക്കുന്നത് നിങ്ങൾക്ക് അറിയാം. അത് താടകയാണ്. അവളെ പേടിച്ച് ആരും നേർവഴി നടക്കുന്നില്ല എന്ന്. എന്താ അതിൻ്റെ അർത്ഥം? തിരിച്ചിട്ട് വായിക്കൂ. ഇവള് കാരണം ആൾക്കാരൊക്കെ വഴിതെറ്റി നടക്കുകയാണെന്ന്, അല്ലേ? ഇവളെ പേടിച്ചാരും നേർവഴി നടക്കുന്നില്ല എന്ന് വെച്ചാൽ ഇവൾ ആളുകളെ വഴിതെറ്റിക്കുകയാണ്. അപ്പൊ ഇവളക്കുള്ള ശിക്ഷ എന്താ? വല്ല ജാതിയും അവളെ അവസാനിപ്പിക്കാൻ. കുഞ്ഞായ രാമനോട് പറയുകയാണ് മഹർഷി, സർവജ്ഞനായ ഋഷി വിശ്വാമിത്രൻ. ഉടനെ രാമൻ അമ്പെടുത്ത് താടകയെ വധിക്കുക. അങ്ങനെ നേരത്തെ പറഞ്ഞതുപോലെ ധർമ്മഹിംസ ചെയ്ത് മുമ്പോട്ട് പോവുക. അങ്ങനെ മുമ്പോട്ട് പോകുമ്പോൾ തൻ്റെ കയ്യിൽ വന്ന പല വിഭൂതികളുമുണ്ട്. കിഷ്കിന്ധ തൻ്റെ കയ്യിൽ വന്നു. ബാലിയെ വധം ചെയ്തപ്പോൾ കിഷ്കിന്ധ തൻ്റെ കയ്യിൽ വന്നു. എടുത്തോ രാമൻ? എടുത്തില്ല. രാമനത് സുഗ്രീവനെ ഏൽപ്പിച്ചു. ഇവിടെ നേരത്തെ സ്വാമിജി പറഞ്ഞു ലങ്ക കയ്യിൽ വന്നപ്പോഴോ അത് വിഭീഷണനെ ഏൽപ്പിച്ചു. കാരണം ഭാരതം ഒന്നും വെട്ടിപ്പിടിച്ചിട്ടില്ല. അതുകൊണ്ടാണ് അലക്സാണ്ടർക്ക് അത് ഇവിടെ വന്ന് പഠിക്കേണ്ടി വന്നു. ഇവിടെ സന്ധ്യാനാമം ചൊല്ലുന്ന വീട്ടിലെ കുട്ടിക്ക് അറിയാം. കുട്ടി പാടും. അലക്സാണ്ടർ അവസാനം പഠിച്ച പാഠം ഇവിടെ 4 വയസ്സുള്ള കുട്ടിക്ക് അറിയാം. കുട്ടി പാടും, ചത്തുപോ നേരം വസ്ത്രമതുപോലും ഒത്തിട കൊണ്ടുപോവാനൊരുത്തർക്കും. അലക്സാണ്ടർക്ക് ഇത് പഠിക്കാൻ വേണ്ടിയാണ് ഇത്രയും കഷ്ടപ്പെടേണ്ടി വന്നത്. ഇവിടെ 4 വയസ്സുള്ളവൻ പാടും. കാരണം എന്താണ്?
ഇവിടെയാണ് ചന്ദൻ ഹേ ഇസ് ദേശ് കെ മാഠി ബച്ചാ ബച്ചാ അല്ലേ രാം ഹേ. ഈ മണ്ണില് ഓരോ കുട്ടിയും രാമനാണ്, ഓരോ പെൺകുട്ടിയും ബാലികമാർ ശ്രീദേവി രൂപം ബാലകരോരോ രാമന്മാർ. ഓരോ കുട്ടിയും രാമനാണ്, ഓരോ പെൺകുട്ടിയും സീതയാണ്. അത്രയും മഹത്തായ ഒരു രാഷ്ട്രം. ഈ രാഷ്ട്രം ഈ സത്യം തിരിച്ചറിഞ്ഞ്, ഞാൻ ആരാണെന്ന സത്യം തിരിച്ചറിഞ്ഞ് ഒരു ധാർമ്മിക ജീവിതം രൂപപ്പെടുത്തി. മഹത്തായ സത്യത്തിലേക്കുള്ള ആ യാത്രയില് ജീവിതത്തിൽ ഒരു പദ്ധതി ഉണ്ടാക്കി. ആ പദ്ധതി എന്താണെന്നറിയോ? നാം ജീവിക്കുമ്പോൾ ഈ പ്രപഞ്ചത്തിലെ ഒരു ചരാചരങ്ങൾക്കും ദോഷമില്ലാതിരിക്കുക. ഇത് സ്വന്തം ജീവിതത്തിലൂടെ ആചരിച്ച് കാണിച്ച മഹാപുരുഷന്മാരുടെ മണ്ണ്. തമിഴ്നാട്ടിലെ തിരുക്കുറൾ എഴുതിയ തിരുവള്ളുവരെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഒരു കൊച്ചു കുടില്ല താമസം, താനും ഭാര്യയുണ്ട്. സത്യത്തിൽ ഇവർ രണ്ടുപേരും കൂടി പുറത്തു പോവാറില്ല അത്രേ. കാരണം വസ്ത്രത്തിന്റെ കുറവ് കൊണ്ടാ. ആരെങ്കിലും ഒരാളാണ് ഒരു സമയം പുറത്തു പോവുള്ളൂ. ദിവസത്തിൽ ഒരു നേരമാണ് തിരുവള്ളുവരുടെ ആഹാരം, ഒരു ഇത്തിരി ഭക്ഷണം. അദ്ദേഹത്തിന്റെ ജീവിതം മുഴുവൻ തപസ്സും സ്വാധ്യായവും ഒക്കെയാണ്. അവസാനം അദ്ദേഹം ആ ദീർഘമായ ജീവിതം അവസാനിക്കാൻ പോവുക. ആ മരണത്തിന്റെ കയങ്ങളിലേക്ക് കണ്ണങ്ങനെ താണു പോകുമ്പോൾ ഒരു ചെറിയ മന്ദഹാസം ആ ചുണ്ടിൽ വിടർന്നു. അദ്ദേഹം ഭാര്യയോട് പറഞ്ഞു അത്രേ, അവസാനമായിട്ട് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ എന്ന്. എൻ്റെ ഈ ദീപം അണയാൻ പോവുകയാണ്, അവസാനമായിട്ട് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ദുഃഖം കൊണ്ടും ഭക്തി കൊണ്ടും വിറയാർന്ന ആ സാധ്വി കണ്ണീരൊഴുക്കി കൈകൾ കൂപ്പി ആ പാദങ്ങളിൽ ഇങ്ങനെ മൗനിയായി നിന്നു. ഏറെ നേരം നിന്ന ശേഷം വിറയ്ക്കുന്ന ചുണ്ടുകളോടെ ഒരു ചോദ്യം ചോദിച്ചു. ഏത് ജന്മാന്തര സുഹൃതം കൊണ്ടാണ് ഇവൾക്ക് ഈ പാദങ്ങളെ പൂജിക്കാൻ ഭാഗ്യമുണ്ടായതെന്നറിയില്ല. നിരക്ഷരയായ അജ്ഞാനിയായ ഞാൻ ജ്ഞാനത്തിൻ്റെ മഹാസൂര്യനായ അവിടുത്തോടെ എന്താണ് ചോദിക്കേണ്ടത്, എന്താണ് ചോദിക്കേണ്ടത് എന്ന് പോലും എനിക്കറിയില്ല. എങ്കിലും കരുണയോടുകൂടി അങ്ങ് ഇങ്ങനെ ചോദിച്ച സ്ഥിതിക്ക് ഒരു കാര്യം ചോദിക്കട്ടെ. അങ്ങ് ദിവസത്തിൽ ഒരു നേരം ആഹാരം കഴിക്കുന്ന ഒരു മഹാപുരുഷൻ, അല്പം മാത്രം കഴിക്കുന്ന മഹാപുരുഷൻ, ഒരു പ്രാണിയെപ്പോലും ഉപദ്രവിക്കാത്ത വ്യക്തി, അങ്ങ് ആഹാരം കഴിക്കുമ്പോൾ എന്നും ഒരു ഗ്ലാസ്സിൽ വെള്ളവും ഒരു സൂചിയും എന്നോട് ആവശ്യപ്പെടാറുണ്ട്. അത് എന്തിനു വേണ്ടിയാണ്? ഇന്ന് വരെ അത് എനിക്ക് എന്തിനാണെന്ന് മനസ്സിലായില്ല. തിരുവള്ളുവരുടെ ആ മരണം കീഴ്പ്പെടുത്തുന്ന കണ്ണുകളിൽ ഒരു പ്രകാശം ജ്വലിച്ചു, ചുണ്ടിലൊരു മന്ദഹാസം വിടർന്നു. അദ്ദേഹം ശ്വാസം ഇങ്ങനെ തൊണ്ടക്കുഴിയിൽ അടയുന്നുണ്ടെങ്കിലും അദ്ദേഹം അവ്യക്തമെങ്കിലും വ്യക്തമായി പറഞ്ഞു, ദേവി, നാം കഴിക്കുന്ന ആഹാരത്തിലെ ഓരോ മണി അരിക്ക് പുറകിലും അനേകായിരം മനുഷ്യരുടെ പ്രയത്നമുണ്ട്. ഏതോ വിദൂര ഗ്രാമങ്ങളിൽ നമുക്ക് അജ്ഞാതരായ നമ്മുടെ സഹോദരങ്ങൾ ഏറെ ക്ലേശങ്ങൾ സഹിച്ച് പുലർകാലത്ത് എഴുന്നേറ്റ് പാടത്തുപോയി കൃഷി ചെയ്ത് കളപറിച്ച് വളം കൊടുത്ത് വെള്ളം കൊടുത്ത് കാലമായി കൊയ്ത് മെതിച്ച് നെല്ല് വേവിച്ച് അരിയാക്കി നമ്മുടെ മുന്നിൽ വരുമ്പോൾ ഒരു മണി അരിക്ക് പുറകില് എത്ര ജീവാത്മാക്കളുടെ പരിശ്രമമുണ്ട്. ഇവിടെ ഒരു വറ്റ് നാം താഴെ കളയുമ്പോൾ എത്ര പേരെയാണ് നാം അപമാനിക്കുന്നത്. അതുകൊണ്ട് എങ്ങാനും ഒരു വറ്റ് താഴെ പോയാൽ അത് എടുക്കാൻ വേണ്ടിയാണ്, അത് കഴുകാൻ വേണ്ടിയുമാണ് ആ സൂചിയും വെള്ളവും ഞാൻ ചോദിക്കാറ്. പക്ഷേ ദേവിയുടെ ശ്രദ്ധ കൊണ്ട് ഇന്നുവരെ ഒരു വറ്റും താഴെ പോയില്ല. ആലോചിച്ച് നോക്കൂ, ഇത് നടന്നൊരു മണ്ണ്, ഈ മണ്ണാണ് ഭാരതം. മൗര്യ സാമ്രാജ്യം സ്ഥാപിച്ച കൗടില്യൻ എന്ന ചാണക്യനെ കാണാൻ വേണ്ടിയിട്ട് ചൈനയിൽ നിന്ന് ഒരു വലിയ ഒരു സഞ്ചാരി വരികയാണ്. അദ്ദേഹത്തിന് കുറെ കാര്യങ്ങൾ അദ്ദേഹത്തിനോട് ചോദിച്ചറിയണം. ചാണക്യൻ താമസിക്കുന്നത് എവിടെയായിരുന്നു എന്നറിയോ? ഒരു ഗ്രാമത്തിൽ ഒരു ചെറിയ കുടിലിൽ ചാണകം തേച്ച നിലത്ത് അദ്ദേഹം ഒരു വിളക്ക് കൊളുത്തിയിട്ട് അദ്ദേഹം എന്തോ ഗ്രന്ഥങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുക. പെട്ടെന്ന് ഈ അതിഥി വന്നു, അദ്ദേഹത്തോട് ഇരിക്കാൻ പറഞ്ഞു. എന്നിട്ട് ചോദിച്ചു, എന്തിനാ വന്നതെന്ന്. അതിഥി പറഞ്ഞു, അങ്ങയോട് കുറച്ച് കാര്യങ്ങൾ എനിക്ക് വ്യക്തിപരമായി ചോദിച്ചറിയണം. ഉടനെ നമ്മുടെ ചാണക്യൻ ആ വിളക്ക് ഊതിക്കെടുത്തിയത്രേ. എന്നിട്ട് അടുത്തൊരു വിളക്ക് കൊളുത്തി. ചോദിക്കൂ, എന്താണ് അറിയേണ്ടത്? ഇപ്പൊ ഇദ്ദേഹം പറഞ്ഞു, എനിക്ക് ആദ്യം അറിയേണ്ടത് അങ്ങ് എന്തിനാണ് ആ വിളക്ക് കെടുത്തി ഈ വിളക്ക് കൊളുത്തിയത് എന്നാണ്. മറ്റു കാര്യങ്ങൾ പിന്നെ ചോദിക്കാം. അപ്പൊ ചാണക്യൻ പറഞ്ഞു അത്രേ, ഞാൻ
ഈ എൻ്റെ ഗവൺമെൻറ്റുമായിട്ട്, എൻ്റെ സർക്കാരുമായി അല്ലെങ്കിൽ എൻ്റെ സ്റ്റേറ്റുമായി ബന്ധപ്പെട്ട കുറച്ച് ഔദ്യോഗിക രേഖകളാണ് നോക്കിക്കൊണ്ടിരുന്നത്. ആ വിളക്കിൻ്റെ എണ്ണയുടെ കാശ് സ്റ്റേറ്റ് ട്രഷറി എന്നുള്ളതാ. അങ്ങിപ്പോൾ എന്നോട് വന്നത് ചോദിക്കുന്നത് പേഴ്സണൽ കാര്യമല്ലേ, എൻ്റെ വ്യക്തിപരമായ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ സംസാരിക്കുമ്പോൾ ഗവൺമെൻറ്റിൻ്റെ എണ്ണ കത്താൻ പാടില്ല. അതിനാണ് ആ വിളക്ക് കെടുത്തിയത്. ഈ കത്തിച്ച വിളക്ക് എൻ്റെ ശമ്പളത്തിൽ നിന്ന് പോകുന്നതാ, അതുകൊണ്ടാണ് ഇത് കൊളുത്തിയതെന്ന്. ആ ചൈനീസ് സഞ്ചാരി ഒരു ദണ്ഡ നമസ്കാരം ചെയ്ത് തിരിച്ചു നടന്നു എന്നാണ്. ഇനി എന്താണ് ചോദിക്കാനുള്ളത്? മഹത്തായ ഒരു രാഷ്ട്രം എങ്ങനെയാണ് ഇദ്ദേഹം കെട്ടിപ്പടുത്തത്? ഇത് ഭാരതത്തിൽ മാത്രമേ കഴിയൂ. കൗപീനവന്തഖലു ഭാഗ്യവന്ത, കൗപീന മാത്രധാരികളായി കഴിയുക എന്നതാണ് ഏറ്റവും വലിയ മഹത്വം. അവരാണ് ഈ രാഷ്ട്രത്തെ നയിച്ചത്, അവരാണ് ദിശയും ദർശനവും കൊടുത്തത്. 1674 മുഗളന്മാരിൽ നിന്ന്, വൈദേശിക ശക്തികളിൽ നിന്ന് ഭാരതമാതാവിൻ്റെ ശുദ്ധി വീണ്ടെടുത്ത് ഒരു ഹിന്ദു രാഷ്ട്രം സ്ഥാപിച്ച മഹാനായ ശിവജി, ഛത്രപതി ശിവജി മഹാരാജ്, ആ മഹാരാജിന് എല്ലാ ദിശയും ദർശനവും കൊടുത്തിരുന്നത് സമർത്ഥ രാമദാസ് എന്നൊരു സന്യാസിയാണ്. ഈ ഭാരതം എന്നും ഗുരുക്കന്മാരെ ആരാധിക്കുക. അപ്പൊ ആ ഗുരുക്കന്മാര് നമ്മളോട് പറഞ്ഞു എങ്ങനെയാണ് ഈ ലോകത്തിലെ സമസ്ത ചരാചരങ്ങൾക്കും ദോഷമില്ലാത്തൊരു ജീവിതം നയിക്കുക. അതിന് 5 കടങ്ങൾ വീട്ടിൽ ജീവിക്കാൻ പറഞ്ഞു. ഈ 5 കടങ്ങൾ വീട്ടിലാണ് ഭാരതത്തിലെ ഹിന്ദു ജീവിതം, കുടുംബജീവിതം. അഗ്നി സാക്ഷിയായി ഒരുവളെ സ്വീകരിച്ചു കഴിയുമ്പോൾ പിന്നീട് ഈ 5 കടങ്ങൾ വീട്ടാൻ പറഞ്ഞു. ആ 1ാമത്തെ കടം ഋഷീശ്വരന്മാരോടുള്ള കടമാണ്. ഉറങ്ങിക്കിടക്കുന്ന നമ്മെ ഉണർത്തി നീ ഈശ്വരനാണ് എന്ന ബോധം നൽകുന്നതിലും വലിയ സമ്മാനം എന്താണുള്ളത്? നമ്മൾ പറയാറുണ്ട്, പലതരത്തിലുള്ള ദാനങ്ങൾ പറയും. അന്നദാനം, വസ്ത്രദാനം, വിദ്യാദാനം. ഏറ്റവും വലിയ ദാനം ആത്മജ്ഞാനദാനമാണ്. ഒരുവൻ ഈശ്വരനാണെന്ന് അവനെ ബോധ്യപ്പെടുത്തുക. ആ ജ്ഞാനം നമുക്ക് പകർന്നു തന്ന ഋഷികുലത്തിനോടുള്ള കടമാണ് നമ്മൾ ആദ്യം വീട്ടേണ്ടത്. അതെങ്ങനെ വീട്ടാൻ പറ്റും? അത് വീട്ടാൻ നമ്മുടെ ജീവിതത്തിൽ ഒരല്പം സ്വാധ്യായം വേണം, സദ്ഗ്രന്ഥങ്ങളുടെ പഠനം വേണം. നമ്മുടെ ഹിന്ദു സമൂഹം ഇന്ന് മറ്റുള്ള പരധർമ്മികളായ ആളുകളാൽ അപമാനിക്കപ്പെടുന്നുണ്ട് എങ്കിൽ ഒരു തർക്കവും വേണ്ട, കുറ്റം അവരുടെയല്ല, കുറ്റം നമ്മുടെയാണ്. കാരണം ഞാൻ പണ്ടൊരിക്കൽ പത്രത്തിലൊരു ലേഖനം വായിച്ചു. ഒരു ആഗോളതലത്തിൽ വലിയ ഇസ്ലാമികവൽക്കരണത്തിന് പ്രവർത്തിക്കുന്ന ഒരു മുസ്ലിം പണ്ഡിതനാണ്. അയാൾ മുസ്ലിം യുവാക്കളോട് കൊടുത്തൊരു ഉപദേശമാണ്, ലോകം മുഴുവൻ യുദ്ധം നടന്ന നമ്മുടെ മുസ്ലിം സമൂഹം ഒരുപാട് എണ്ണം കുറയുന്നു, നമ്മുടെ സമൂഹത്തിൽ കൂടുതൽ ആളുകളെ ചേർക്കണം. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് മറ്റു സമൂഹങ്ങളിൽ നിന്ന് പെൺകുട്ടികളെ നമ്മുടെ സമൂഹത്തിലേക്ക് ആകർഷിച്ചു കൊണ്ടുവന്ന് നമ്മുടെ സമൂഹത്തിലേക്ക് അംഗങ്ങളാക്കി ചേർക്കണം. അതിന് നിങ്ങൾക്ക് സാധിക്കും. അതിന് ഏറ്റവും എളുപ്പം ഹിന്ദു പെൺകുട്ടികളെയാണ്. അതിന് അദ്ദേഹം പറഞ്ഞ കാരണം എന്താണെന്നറിയോ? സ്വന്തം മതത്തെക്കുറിച്ചും ധർമ്മത്തെക്കുറിച്ചും യാതൊന്നും അറിയാത്തൊരു വിഭാഗം ആരാന്ന് ചോദിച്ചാൽ അത് ഹിന്ദുക്കളാണെന്ന്. ഞാൻ ലേഖനം വായിച്ചതാ. ഒന്നും സ്വന്തം ധർമ്മത്തെ പറ്റി അവർക്ക് അറിയില്ല. ഞാൻ കഴിഞ്ഞ ദിവസം LSS പരീക്ഷയുടെ ഡ്യൂട്ടിയുമായി ഒരു കോൺവെന്റിൽ പോയി. ഞാൻ സമയം കിട്ടിയ സമയം മുഴുവൻ ആ സിസ്റ്ററുമായി സംസാരിച്ചു. ആ സിസ്റ്റർ എന്നോട് ചോദിക്കുകയാണ്, മാഷിനെ പോലെയുള്ള ആളുകളൊക്കെ പെണ്ടോന്ന്. ഞാൻ പറഞ്ഞു, എന്താ ഇങ്ങനെ പറയുന്നത്? ഇങ്ങനെയുള്ള എത്രയോ ആളുകളുണ്ടല്ലോ. അപ്പം അവർ പറഞ്ഞു, ഈ പ്രദേശത്ത് താങ്കളെ പോലെ ഒരു ഹിന്ദുവിനെ കണ്ടുമുട്ടാൻ എളുപ്പമല്ല എന്ന്. എന്താ കാരണം? കാരണം അവരൊക്കെ ഈ മാട്ടും മാരണം, ദുർമന്ത്രവാദം, കുട്ടിച്ചാത്തൻ ഒക്കെ പറഞ്ഞ് നടക്കുന്ന ആളുകളെ ഞാൻ കാണുന്നത്. എനിക്ക് പലപ്പോഴും മനസ്സിലാവാത്തത് എങ്ങനെയാണ് ഒന്നിച്ചു പോകുന്നത് എന്നവരെന്നോട് ചോദിക്കുക. അപ്പം ഞാൻ അവരോട് ഭഗവത്ഗീതയൊക്കെ ഉദ്ധരിച്ച് ഉത്തരം പറഞ്ഞു. അപ്പോഴാണ് അവർ പറഞ്ഞത്, ഇങ്ങനെയുള്ളവരൊക്കെ ഉണ്ടോ നിങ്ങളുടെ കൂട്ടത്തിലെന്ന്. അപ്പം ഇതൊന്നൊരു കാര്യം വ്യക്തമല്ലേ? ഹിന്ദുവിൻ്റെ പരാജയത്തിൻ്റെ കാരണം ആരാ? പുറത്ത് ആരുമല്ല. തൈലാദി വസ്തുക്കൾ അശുദ്ധമായാൽ പൗലോസ് തൊട്ടാലത് ഉണ്യമാകുന്ന നടിച്ചു നോക്കൂ. ഒരു കിണറ്റിൽ നിന്ന് ഏതെങ്കിലും ഒരു പരധർമ്മത്തിലുള്ള ഒരാൾ വന്ന് വെള്ളം കോരി നോക്കിയ, നമ്മുടെ സഹോദരന്മാർ ആരെങ്കിലും ഒരു കുടിനീരിന് വേണ്ടി അതിൽ ചെന്ന് വെള്ളം കോരിയ ഉടനെ ഇവനെ ഭ്രഷ്ട് കൽപ്പിക്കുക. നമ്മുടെ കാശ്മീരിൽ വരെ ഇങ്ങനെ ഭ്രഷ്ട് കൽപ്പിച്ചവരാണ് നമുക്ക് നഷ്ടപ്പെട്ടു പോയത്. ഹിന്ദു സമൂഹത്തിന്റെ എല്ലാ പ്രശ്നങ്ങളുടെയും കാരണം ഈ ആന്തരമായ ദൗർബല്യമാണ്. അതുകൊണ്ട് ഹിന്ദു
അവൻ്റെ ആന്തരികമായ ദൗർബല്യം കുടഞ്ഞെറിഞ്ഞ് രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ ക്യാമ്പില് മഹാത്മജി വന്നു. അവിടെ വന്ന സംഘപ്രവർത്തകരോടൊക്കെ ഗാന്ധിജി ജാതി ചോദിച്ചു. ഒറ്റ ആൾ പോലും ജാതി പറഞ്ഞില്ല. അവരെല്ലാവരും പറഞ്ഞു ഹിന്ദു 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 എന്ന്. ഗാന്ധിജി കണ്ണ് നിറഞ്ഞുകൊണ്ട് ഡോക്ടർജിയോട് പറഞ്ഞു, ഡോക്ടർ ഹെഡ്ഗവാർ, എൻ്റെ ജീവിതം മുഴുവൻ ഞാൻ എന്താണോ ആഗ്രഹിച്ചത് അത് നിങ്ങൾ നടപ്പിലാക്കിയിരിക്കുന്നു എന്ന് ക്യാമ്പിൽ വന്ന് പറഞ്ഞതാ. എന്നാൽ നിങ്ങൾക്കറിയോ, ഇന്ന് ഈ തൃശ്ശൂർ ജില്ലയിൽ എനിക്ക് അനുഭവമുണ്ട്. ഹിന്ദു ആണോ ചോദിച്ചാൽ അല്ല, ഞാൻ പുലയനാ, അല്ല ഞാൻ ഈഴവനാ, ഹിന്ദുവല്ല നായരാ പറഞ്ഞവരുണ്ട്. കേട്ടില്ലേ നിങ്ങള്? ഹിന്ദു ആണോ ചോദിച്ചാൽ ഉത്തരം പറയാ ഹിന്ദുവല്ല. ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പൊ ആരുടെയാ പ്രശ്നം? അതുകൊണ്ട് ഈ ഹിന്ദു ഏകതാ സമ്മേളനം എന്ന് പറയുമ്പോൾ ഇവിടെ നാം എടുക്കേണ്ട തീരുമാനം എന്ന് പറഞ്ഞ് നമ്മുടെ ശാസ്ത്രങ്ങൾ പഠിക്കണം. നമ്മുടെ ധർമ്മത്തിൽ ജാതീയതയുടെ പേരിൽ ആരെയും മാറ്റി നിർത്തിയിട്ടില്ല. നാരായണ ഗുരുദേവൻ എന്ന മഹാപുരുഷൻ, ഈ ലോകം കണ്ട ഏറ്റവും വലിയ ആധ്യാത്മിക ഗോളം ഈ കേരള മണ്ണിൽ വന്ന് ജനിച്ചു. നാം എന്ത് ചെയ്തു? നാം എന്തു ചെയ്തു? ആ മഹാവെളിച്ചത്തെ ഹൃദയത്തിലേക്ക് സ്വീകരിച്ചോ? അദ്ദേഹം പറയുന്നുണ്ട്, ജാതി എന്ന് പറയുന്നത് അജ്ഞാനത്തിൻ്റെയും അഹന്തയുടെയും രൂപമായിട്ടുണ്ടാവുന്നതാ. അത് ശരീരത്തിൽ നിന്നാണ് ജാതി ഉണ്ടാവുന്നത്. ശരീരമില്ലാത്ത ഒന്നിനെ ജാതി പറഞ്ഞു തിരിക്കാൻ പറ്റുമോ? ശരീരം ശാശ്വതമാണോ? അതുകൊണ്ട് തന്നെ ജാതി തെറ്റാണ്, ജാതി നിലനിൽക്കാത്തതാണ് എന്ന് ഗുരുദേവൻ പറയുന്നു. മനുഷ്യാണാം മനുഷ്യത്വം ജാതിർ ഗോത്വം ഗവാം യഥാ. 1000 പശുക്കൾ വന്നാൽ പശു എന്നേ പറയുള്ളൂ. അതുകൊണ്ട് മനുഷ്യനൊരു ജാതിയേ ഉള്ളൂ, അത് മനുഷ്യജാതിയാണെന്ന് പറഞ്ഞ ഗുരു. ആ ഗുരുവിനെ സ്വീകരിക്കാൻ നമുക്ക് സാധിച്ചോ? അതുകൊണ്ടാണ് പറഞ്ഞത്, ഒന്നാമത്തെ കടം നാം വീട്ടേണ്ടത് അവരോടാണ്. അതെങ്ങനെ സാധിക്കും? രാമായണവും മഹാഭാരതവും ഗീതയും നാരായണീയവും ഉപനിഷത്തും ഒക്കെ പഠിക്കണം. നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കണം. കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടു. വിവാഹ മണ്ഡപത്തിൽ കയറി വന്ന കുട്ടിക്ക് പൂജാരി തീർത്ഥം കൊടുത്തപ്പോ എന്ത് ചെയ്യണമെന്ന് അറിയാണ്ട് നിൽക്കുക. ഇത് എവിടെയാ ഒഴിക്കേണ്ടതെന്ന് അറിയാണ്ട് നിൽക്കുകയാണ് കുട്ടി. നമ്മുടെ അവസ്ഥയാ. ആരാണിത് പഠിപ്പിക്കേണ്ടത്? ആലോചിച്ച് നോക്കൂ. നമ്മുടെ കുട്ടികളെ വലിയ വിദ്യാഭ്യാസം കിട്ടാൻ വേണ്ടിയിട്ട് എത്രയോ മറ്റ് പരധർമ്മത്തിൽ വിശ്വസിക്കുന്ന ആളുകളുടെ സ്ഥാപനങ്ങളിൽ വിട്ട് പഠിപ്പിക്കും. അവിടെ ഇത് പഠിപ്പിക്കുമോ? സന്യാസി വര്യന്മാരൊക്കെ വരുന്ന പരിപാടിയിലേക്ക് കുട്ടികളെ കൊണ്ടുപോകില്ല. ഇവരെപ്പോൾ പഠിക്കും? മനു പറഞ്ഞു, 10 വയസ്സുള്ള കുട്ടിയെ ശാസ്ത്ര ചർച്ചകൾ നടക്കുന്ന വേദിയിലേക്ക് കൊണ്ടുപോകാത്ത പിതാവ് പാപിയാണെന്നാണ് മനു പറഞ്ഞത്. അന്നലേക്ക് നോക്കിയാൽ നമ്മൾ പാപികളുടെ സമൂഹമായിരിക്കും. ആര് കൊണ്ടുപോകുന്നു? പിന്നെ ഇവർ ആർക്ക് ധർമ്മം പറഞ്ഞു കൊടുക്കും? ആലോചിച്ച് നോക്കൂ. അതുകൊണ്ട് ആദ്യം ഋഷീശ്വരന്മാരോടുള്ള കടം വീട്ടുക, ശാസ്ത്രം പഠിക്കുക, പഠിപ്പിക്കുക. 2, ദേവകളോടുള്ള കടം. ദേവകളോടുള്ള കടം വീട്ടേണ്ടത് പ്രകൃതിയെ സംരക്ഷിച്ചുകൊണ്ടാണ്. നമ്മുടെയൊക്കെ ജാതകത്തിൽ ഒരു മരം പറയുന്നുണ്ട്. നമ്മുടെ നക്ഷത്രത്തിന് നമ്മൾ ആകെ ഈ ജാതകം എടുക്കുക, കല്യാണത്തിനും പിന്നെ എപ്പോഴാ വീഴാൻ സമയമായോ എന്നൊക്കെ നോക്കാനാ പോവുക. കർക്കിടകത്തിലൊരു വീഴ്ച ഉണ്ടെന്ന് പറഞ്ഞാൽ തലേ മാസം തന്നെ വീഴും അല്ലേ? ഇത് നോക്കാനാകെ കൊണ്ടുപോകുന്നത്. എന്നാൽ ഇതിനകത്ത് വേറെ കുറെ കാര്യം പറയുന്നുണ്ട്. ഒരു വൃക്ഷം, ഒരു മൃഗം, പ്രകൃതിയെ സംരക്ഷിക്കുക എന്ന് ചുരുക്കം. പ്രകൃതിയെ സംരക്ഷിച്ചാൽ ദേവന്മാരോടുള്ള കടം വീട്ടാം. 3 പിതൃക്കളോടുള്ള കടം. ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾ തൊട്ട് അനാദിയായി പുറകിലേക്കുള്ള നമ്മുടെ പരമ്പര, അവർ ജീവിച്ച മഹത്തായ സംസ്കൃതിയിൽ നാം ജീവിക്കുക. മരിച്ചുപോയവരെ ഓർക്കുക, ജീവിച്ചിരിക്കുന്നവരെ സംരക്ഷിക്കുക. 4ാമത്തെ കടം മനുഷ്യരോടാ. നേരത്തെ പറഞ്ഞല്ലോ, കോടാനുകോടി മനുഷ്യരുടെ ബന്ധം കൊണ്ടാണ് നാം പരസ്പരം ഇങ്ങനെ ബന്ധപ്പെട്ട് നിൽക്കുന്നത്. ഇവരോടുള്ള കടം വീട്ടാൻ ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ഒക്കെ നാം തയ്യാറാവണം. പരസ്പരം സ്നേഹത്തോടെ പെരുമാറുക. ഒന്ന് പരിചയപ്പെടാനുള്ള മനസ്സെങ്കിലും കാണിക്കുക. സത്യമല്ലേ? യാത്രയൊക്കെ ചെയ്യുമ്പോൾ, ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ, ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ആരെയും കാണാനും കേൾക്കാനും നമുക്ക് പറ്റുന്നില്ല. എന്താ കാരണം? കാണാൻ പറ്റാത്ത വിധം നമ്മുടെ കണ്ണുകൾ ഇതിൽ കുഴിച്ചിട്ടിരിക്കുക. കേൾക്കാൻ പറ്റാത്ത വിധം നമ്മുടെ കാതിന് 2 ഓട്ടയുള്ളൂ. 2 ഓട്ടയും നമ്മൾ അടച്ചിട്ടുണ്ട് പ്ലഗ് വെച്ചിട്ട്. പിന്നെ നാം എന്ത് കാണും? നാം എന്ത് കേൾക്കും? നമുക്ക് തൊട്ടടുത്തുള്ളവനെ പരിചയപ്പെടാൻ സാധിക്കുന്നില്ല. അതാരാണെന്നറിയില്ല. മാത്രമല്ല, നമുക്ക് കുറെ വിചാരങ്ങളുണ്ട്. ഇന്നെ മാതിരിയൊക്കെ ആയാലാണ് ആവുള്ളൂ. പണ്ട് ഈശ്വരചന്ദ്ര വിദ്യാസാഗറിനെ കാണാൻ വേണ്ടി ഒരമ്മ 4 കിലോമീറ്റർ ദൂരെ നടന്നു വന്നു അത്ര. അവസാനം ആളുകൾ ഇങ്ങനെ കൂടി നിൽക്കുന്ന, അപ്പം അമ്മ അതിൻ്റെ ഇടയിൽ കൂടെ തിരികെ കയറി വിദ്യാസാഗറിനെ കാണണം.
അപ്പൊ ആരോ പറഞ്ഞു ഇങ്ങനെ തിരക്കണ്ട, ആ നടുവിൽ നിൽക്കുന്ന ആ ഒത്ത മനുഷ്യനാണ് വിദ്യാസാഗർ. അപ്പൊ അമ്മ നോക്കിയപ്പോ മുഷിഞ്ഞ വസ്ത്രവുമായിട്ട് ഒരാൾ നിൽക്കുന്ന. അപ്പൊ അമ്മ പുറത്തര, ഫൂ, ഇതാണ് വിദ്യാസാഗർ, ഞാൻ ഈ 4 കിലോമീറ്റർ ദൂരെ നിന്നൊക്കെ കഷ്ടപ്പെട്ട് വന്ന് ഇത് കാണാം. അപ്പൊ അമ്മ എന്താ കരുതിയത്? അമ്മ കരുതിയത് ആകപ്പാടെ ഒരു സ്വർണത്തിലൊക്കെ കുളിച്ച ഒരു തങ്ക വിഗ്രഹമായിട്ട്. ഇതാ നമ്മുടെ കാഴ്ചപ്പാടുകൾ ഇങ്ങനെ പോയി. അതുകൊണ്ടാണല്ലോ നമ്മുടെ ഈ അമ്പലത്തിലെ പ്രശ്നം വരെ സ്വർണ്ണക്കൊള്ളയിൽ ചെന്ന് അവസാനിച്ചത്. എന്തുകൊണ്ടാ? സത്യമല്ലേ? ഇവിടെ ആകെ ഈ സ്വർണത്തിലേക്ക് പോയി. അതാണ്, നമുക്കൊക്കെ അങ്ങനെയാണ്. ഇത് നമ്മുടെ മാത്രം പ്രശ്നമല്ല കേട്ടോ. നമ്മുടെ സീതയ്ക്ക് വരെ പറ്റിയ അബദ്ധ ആ സ്വർണ്ണമാനിനെ കണ്ടപ്പോൾ, അല്ലേ? സ്വർണത്തോടുള്ള ഭ്രമം ഇവിടെ ഉള്ളത് നമ്മുടെ സംസ്കാരത്തിലുള്ളതായിരിക്കാം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെയുള്ള കുറെ പുറംമോടികളിൽ നാം ഭ്രമിക്കുക. അത് വിട്ട് ശുദ്ധ സ്നേഹത്തിൻ്റെ, ശരിയായ പഠനത്തിൻ്റെ, അഹന്തയില്ലാതെ വിനയത്തിൻ്റെ ഭാഷയിൽ എല്ലാവരോടും ഇടപെടാൻ, നിരന്തരം പഠിക്കാൻ, നമ്മുടെ ധർമ്മം ആചരിക്കാൻ. ഞാൻ ബാംഗ്ലൂരിൽ ഒരു ഇംഗ്ലീഷ് കോഴ്സിന് പോയപ്പോൾ 10 ദിവസത്തെ കോഴ്സാണ്. ഒരു മുസ്ലിം പണ്ഡിതനായ ഒരു മാഷുണ്ടായിരുന്നു. അദ്ദേഹം എൻ്റെ മുറിയിൽ വരുമായിരുന്നു. കാലത്തെ എൻ്റെ ജപവും മറ്റു കാര്യങ്ങളും അറിയാൻ വേണ്ടി ഞാൻ അദ്ദേഹത്തിൻ്റെ മുറിയിലും പോകും, ചോദിച്ചു പഠിക്കാൻ വേണ്ടി. അവസാനം പിരിയാൻ നേരത്ത് വലിയ സ്നേഹത്തിലാണ് പിരിഞ്ഞു പോയത്. കാരണം നാം ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നാം മറ്റുള്ള ധർമ്മം ആചരിക്കുന്ന ആളുകളുടെ മുന്നിൽ പോയിട്ട് അവർ ചെയ്യുന്ന ഓരോ കാര്യവും കണ്ടിങ്ങനെ വാ പൊളിച്ച് നിൽക്കുമ്പോൾ തിരിച്ചങ്ങോട്ട് കൊടുക്കാൻ ചിലതൊക്കെ നമ്മുടെ കയ്യിലും ഉണ്ടാവണം. അതല്ലെങ്കിലാണ് ഇവിടെ ഈ മതപരിവർത്തനവും ഈ ഓടിപ്പോക്കും ചാടിപ്പോക്കും നടക്കുന്നത്. കാരണം നമ്മുടെ കുട്ടികൾക്കുള്ളിലേക്ക് കുറച്ച് ധർമ്മം കൊടുക്കാൻ നമുക്ക് സാധിക്കണം. നമ്മളല്ലാതെ ആരാണ് കൊടുക്കേണ്ടത്? അവസാനത്തെ കടം വീട്ടേണ്ടത് ഇവിടുത്തെ ജന്തുജാലങ്ങളോടാണ്. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലുണ്ട്. ഈ പാമ്പിനെയും പൂച്ചയെയും കാക്കയെയും ഒക്കെ ആരാധിക്കുന്ന ഒരു സംസ്കാരം. ഇപ്പൊ ലോകം ബയോഡൈവേഴ്സിറ്റി ആഘോഷിക്കുക. നല്ല ജൈവ വൈവിധ്യം നിറഞ്ഞ ഒരു കാവ് നിങ്ങൾ കാണിച്ചു കൊടുത്താൽ ലക്ഷക്കണക്കിന് രൂപ യുനെസ്കോയുടെ പാരിതോഷികമുണ്ട്. നമ്മുടെയൊക്കെ തറവാടുകളിലുണ്ടായിരുന്നു കാവുകൾ, ഇല്ലേ? ആ കാവുകൾ ആരാ പൊട്ടിച്ച്? കാവുകളൊക്കെ തകർത്ത് നമ്മളാ. കാവുകളൊക്കെ നമ്മൾ ഭാഗം വെക്കാനുള്ള സൗകര്യത്തിന് ഈ പാമ്പന്മാരൊരു തടസ്സമാണ്, അല്ലേ? അപ്പൊ പാതിരിക്കുന്നോ പാമ്പുമേക്കാട്ടൊന്നും ആളെ കൊടുത്തിട്ട് ഇവരെ കുടത്തിലാക്കും. എന്നിട്ട് അവിടെ നിരത്തുക, കണ്ടം മുറുക്കുക. എന്നിട്ട് നമ്മൾ പ്രശ്നം വെക്കുമ്പോൾ കുട്ടികളുണ്ടാവണില്ല. പ്രശ്നം വെക്കുമ്പോൾ എന്താ പറയണത്? നാഗദോഷം എന്നാ. കാരണം എന്താ കാരണം? ഒരു ദോഷവും അല്ലത്. നമ്മുടെ പൂർവികരെ എത്രയോ വർഷമായിട്ട് ആരാധിച്ചു വന്നത് സയൻസ് പ്രകാരം നമ്മുടെ ജീനിൽ ഉണ്ടാവും. നിങ്ങൾ നിരീശ്വരവാദി ആയാലും കൊള്ളാം, യുക്തിവാദി ആയാലും കൊള്ളാം, നിങ്ങളുടെ ജീനിൽ എന്തുണ്ടാവും? നിങ്ങളുടെ പൂർവികരുടെ വിശ്വാസം നിങ്ങളുടെ ജനറ്റിക് ഘടനയിൽ ഉണ്ടാവും. അതിന് വിരുദ്ധമായിട്ട് നിങ്ങൾ ജീവിക്കുമ്പോൾ നിങ്ങളുടെ ശരീരം ബയോളജിക്കലി പ്രതികരിക്കും. ഇത്രയേ ഉള്ളത്. അല്ലാണ്ട് നാഗങ്ങൾ നിങ്ങളെ രക്ഷിക്കാതിരിക്കുമെന്നല്ല. ഗുരുദേവനൊക്കെ എത്രയോ അനുഭവമല്ലേ? ഒരു ആശ്രമം പണിതപ്പോ ഒരു പാമ്പ് അങ്ങനെ വന്ന് വിലങ്ങനെ കിടക്കുക, അവർക്ക് അങ്ങ് കയറാൻ വയ്യ. ഗുരുദേവനോട് ചെന്ന് പറഞ്ഞപ്പോൾ ഗുരുദേവൻ പറഞ്ഞു, അവരോട് പറയൂ, മറ്റു നിർവാഹമില്ലാത്തതുകൊണ്ടാണ് ആ സ്ഥലം എടുത്തത്. നിങ്ങളുടെ സ്ഥലമായിരുന്നു എന്നറിയാം, ദയവ് ചെയ്ത് ഞങ്ങൾക്കൊന്ന് ഒഴിഞ്ഞു തരണം. കൈകൂപ്പി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഗുരുദേവൻ പറഞ്ഞതുപോലെ ചെയ്തു. പിന്നെ ആ പാമ്പുകൾ അങ്ങ് വന്നില്ലെന്നാ. കാരണം ഈ പ്രകൃതി ഒരു വലിയ സത്യമുണ്ട്. അപ്പോൾ ഇവിടുത്തെ സകല ചരാചരങ്ങളെ രക്ഷിക്കണം. ഇതൊക്കെ അറിഞ്ഞ് ജീവിതചര്യയിൽ കൊണ്ടുവന്ന ഒരു മഹത്തായ ഒരു സംസ്കൃതി, ഒരു സംസ്കാരം, അതിൻ്റെ പേരാണ് ഹിന്ദു ദർശനം. ഇതാണ് സനാതനധർമ്മം. അതുകൊണ്ട് ഇതൊരിക്കലും നശിക്കില്ല. കാരണം എന്താ? ഇത് നശിക്കാൻ പാടില്ല എന്ന് ഈശ്വരൻ നിശ്ചയുണ്ട്. കാരണം ഇത് നശിച്ചാൽ ലോകം നശിക്കും. അതുകൊണ്ടാണ് ജർമ്മൻ പ്രൊഫസറായ മാക്സ് മുള്ളർ പറഞ്ഞു, ഇഫ് ഇന്ത്യ ഈസ് ഡെഡ്, ദ വേൾഡ് ഈസ് ഡെഡ് മച്ച് ബിഫോർ. ഭാരതം മരിച്ചു എന്ന് വെച്ചാൽ ലോകം അതിന് മുമ്പേ മരിച്ചു എന്നാണ് അർത്ഥം. അതുകൊണ്ട് ഭാരതം ഒരിക്കലും നശിക്കാൻ പാടില്ല. ഭാരതം ഓരോ മനുഷ്യരിലും ഈശ്വരനെ കണ്ട് ആരാധിച്ച നാടാണ്. അതുകൊണ്ടല്ലേ നമ്മുടെ രീതി തന്നെ എന്താ? ഇതാണ് നമ്മുടെ രീതി. ഇതൊക്കെ ഇപ്പൊ പോയി. ഇപ്പൊ കോളേജിൽ പഠിക്കുന്ന കുട്ടികൾ വരെ കണ്ടു കഴിഞ്ഞാൽ, മുതിർന്നവരും കണ്ടു കഴിഞ്ഞാലൊക്കെ രീതിയൊക്കെ വേറെ. അതൊക്കെ വേറെ നാടിന്റെ രീതിയാ. നമ്മുടെ നാടിന്റെ രീതി എന്താ? ഇതാണ്. തൊട്ടിട്ടുള്ള കളിയില്ല. എന്താ ഉദ്ദേശിക്കുന്നത്? ഞാൻ അങ്ങയിലുള്ള ഈശ്വരനെ നമിക്കുന്നു. മറ്റൊക്കെ ചെറുതല്ലേ? ഈശ്വരനേക്കാൾ വലുതെന്താ ഉള്ളത്? വിവേകാനന്ദ സ്വാമിജി പറയുന്നു, ദ ഗ്രേറ്റസ്റ്റ് ഗോഡ് ടു ബി വർഷിപ്ഡ് ഈസ് ദ ഹ്യൂമൻ സോൾ ഇൻ ദ ഹ്യൂമൻ ബോഡി.
Of course, all animals are temples, but man is the greatest, the Taj Mahal of temples. If you cannot worship in that, no temple will be of any use. ആരാധിക്കപ്പെടേണ്ട ഏറ്റവും വലിയ ഈശ്വരൻ എന്ന് പറയുന്നത് മനുഷ്യ ശരീരത്തിലെ ആത്മാവാണ്. അതിനെ ആരാധിക്കുക. സ്വാമിജി പറയാ, ഓരോ മനുഷ്യനെയും ഈശ്വരനായി കാണുക. സ്വാമിജി പറഞ്ഞല്ലോ, ഈ ഭാരതമാണ് നിങ്ങളുടെ ദേവത, നിങ്ങളുടെ പൂജാമുറിയിൽ ഉണ്ടാവേണ്ട ദേവി ഭാരതമാണ്. സ്വാമിജി പറഞ്ഞു 1897 വിവേകാനന്ദ സ്വാമിജി പറഞ്ഞതാ. ഭാരതത്തോട് പറഞ്ഞു, നിങ്ങളുടെ എല്ലാ ദൈവങ്ങളെയും മാറ്റിവെക്കൂ, ഭാരതമാകട്ടെ നിങ്ങളുടെ ദൈവം. വരുന്ന 50 വർഷത്തേക്ക് ഭാരതമാകട്ടെ നിങ്ങളുടെ ദേവത. കൃത്യം 50ാമത്തെ വർഷമാണ് ഭാരതത്തിന് സ്വാതന്ത്ര്യം കിട്ടിയത്, 1947. വീണ്ടും പറയുന്നു സ്വാമിജി, ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുക. നാരായണ ഗുരുദേവനിലൂടെ, നമ്മിലൂടെ, സകലരിലൂടെയും സ്വാമിജി പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുക. സ്വാമിജി പറഞ്ഞു, എൻ്റെ കുട്ടികൾ വരും, അവർ സിംഹങ്ങളെ പോലെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുന്നു. ആരാ കുട്ടി? ഭാരതത്തെ അറിഞ്ഞ് സ്വാമിജി നേരത്തെ ഒരു കാര്യം പറഞ്ഞു, നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല. മറ്റ് രാഷ്ട്രങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ അവരങ്ങനെ ചിന്തിക്കുക, 10 വർഷം 15 വർഷം അങ്ങോട്ട്. ഭാരതം മുമ്പോട്ട് പോകണമെങ്കിൽ 10,000 വർഷം പുറകിലേക്ക് പോയി പഠിക്കണം എന്ന് പറഞ്ഞു സ്വാമിജി. ശ്രദ്ധിച്ചില്ലേ നിങ്ങൾ? ഇത് വിവേകാനന്ദ സ്വാമിയുടെ വാക്കുകളാ. ഡ്രിങ്ക് ഡീപ് ഫ്രം ദ ഫൗണ്ടൻ ഓഫ് പാസ്റ്റ് ആൻഡ് മാർച്ച് അഹെഡ്. ഭൂതകാലത്തിന്റെ ഉറവകളിൽ നിന്ന് ആവുന്നത്ര ഊറ്റി കുടിക്കുക, എന്നിട്ട് നിങ്ങൾ മുമ്പോട്ട് പോവുക. കാരണം നിങ്ങളുടെ വർത്തമാനകാലത്തെ, ഭാവിയിലെ സകല പ്രശ്നങ്ങളുടെയും പരിഹാരം നമ്മുടെ ശാസ്ത്രങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ വേദാന്തത്തിൽ പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾ പഠിക്കുക. കുറവുകളൊക്കെ ഉണ്ടാവും, ചെറിയ ചെറിയ കുറവ് എവിടെയാണ് ഇല്ലാത്തത്? സ്വാമിജി ചോദിച്ചു, 10,000 മനുഷ്യര്, കോടിക്കണക്കിന് മനുഷ്യര് സഹസ്രാബ്ദങ്ങളായിട്ട് ഈ സംസാര സാഗരം കടത്തുന്ന ഒരു തോണിയാണ്, വിശ്രമമില്ലാത്ത തോണി ഭാരതം, സനാതനധർമ്മം. കാലപ്പഴക്കം കൊണ്ട് ആ തോണിയിൽ അവിടെ ഇവിടെയൊക്കെ ഒരു ഓട്ട വീണിട്ടുണ്ടാവും. നിങ്ങൾ ആ ഓട്ട അടയ്ക്കുമോ അതോ അതിനെ കുറ്റം പറഞ്ഞ് മുങ്ങിച്ചാവുമോ? അതാണ് ചോദ്യം. ഏറ്റവും വലിയ വിപ്ലവകാരികളോടും സ്വാമിയുടെ ചോദ്യത. യുക്തിവാദി, നിരീശ്വരവാദി എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നില്ലേ, അല്ലെങ്കിൽ വലിയ പരിഷ്കർത്താക്കള്, ഇവരോടൊക്കെ സ്വാമിജിയുടെ ചോദ്യമാണ്. ഹിന്ദു ധർമ്മത്തിൽ ചെറിയ കുറവുകളുണ്ട്. പണ്ടൊരു ചിന്തകൻ പറഞ്ഞതുപോലെ, കുട്ടിയെ കുളിപ്പിച്ചിട്ട് ബാക്കിയുള്ള വെള്ളം കളയും, കുട്ടിയെ കളയാൻ പാടില്ല, അല്ലേ? ബക്കറ്റിലെ വെള്ളം കളയുമ്പോൾ കുട്ടിയെ കളയാൻ പാടില്ല. നമ്മുടെ ധർമ്മത്തിൽ കുറവുകളുണ്ട്. ആരാ പരിഹരിക്കേണ്ടത്? നമ്മളാ പരിഹരിക്കേണ്ടത്. നമ്മളൊരു പ്രതിജ്ഞ എടുക്കണം. എന്ത്? എൻ്റെ ജീവിതത്തിൽ ഞാൻ ജാതിയിൽ വിശ്വസിക്കില്ല, എൻ്റെ ജീവിതത്തിൽ ഞാൻ പഠിച്ചവനെന്നോ പഠിക്കാത്തവനോ എന്ന പേരിൽ ഒരുവനെ മാറ്റി നിർത്തില്ല. വിദ്യാ വിനയ സമ്പന്നേ ബ്രാഹ്മണേ ഗവിഹസ്തിനി ശുനീ ജൈവ സ്വഭാഗേജ പണ്ഡിത സമദർശിനഃ. ഗീതയിൽ പറയാ, പഠിപ്പുള്ള ബ്രാഹ്മണൻ മുതൽ ചണ്ടാളൻ വരെ, പട്ടിയിലും പൂച്ചയിലും പശുവിലുമൊക്കെ ഒരേ ചൈതന്യത്തെ കാണുന്നവനാണ് അറിവുള്ളവൻ. അറിവുള്ളവനാകണ്ടേ? ആ അറിവുള്ളവരാകാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ ഈ ആർഷധർമ്മം നമ്മുടെ ജീവിതത്തിലേക്ക് വരണം. പഞ്ച ഋണങ്ങളും വീട്ടി ശരിയായ ഒരു സനാതന ഹിന്ദുവായി നാം ജീവിച്ചു പോകുമ്പോൾ ലോകത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാവും. പിന്നെ എവിടെയും ആക്രമണങ്ങൾ ഉണ്ടാവില്ല. കാരണം നാം ഓരോരുത്തരും വലിയ വെളിച്ചമായി മാറും. നേരത്തെ പറഞ്ഞതുപോലെയുള്ള ചോദ്യങ്ങൾ അല്ലേ, ഓരോ ചോദ്യങ്ങൾക്കും ഗുരുദേവന്റെ മുൻപിലൊക്കെ വന്നിട്ടുള്ള എന്തെന്തൊക്കെ ചോദ്യങ്ങളാ. നമ്മുടെ ശാസ്ത്രം അറിയണ്ടേ? പ്രതിഷ്ഠിക്കാൻ അവകാശം എന്തെന്ന് ചോദിച്ചപ്പോ നാം നമ്മുടെ ശിവനെ എത്ര ലളിതമായിട്ടാണ് ഈ അറിവ് നടിക്കുന്ന പണ്ഡിതൻ മന്യന്മാരുടെ തലക്കടിച്ചത് ഗുരുദേവൻ, അല്ലേ? നാം നമ്മുടെ ശിവനെ, എന്താ വാക്കിനർത്ഥം? പൊട്ട, 2 ശിവനുണ്ടോ? എന്നാ നീ പൊക്കോ, ഞാൻ എൻ്റെ ശിവനെയാണ് എടുത്തതെന്ന്. നീ 2 ഇല്ലെങ്കിലോ പിന്നെ എനിക്ക് അവകാശം നീ ചോദിക്കാൻ പാടുവോ? ശരിയല്ലേ? എന്തെല്ലാം അർത്ഥമാണതിന്! എത്ര ലളിതമായ ചോദ്യം! ഒരു വെടി പൊട്ടിച്ചിട്ടില്ല. എത്ര ലളിതമായ ചോദ്യം! സ്വാമിജി ഗുരുദേവനോട് പണ്ടൊരാൾ, മറ്റൊരു പരധർമ്മി വന്ന് ചോദിച്ചു, നിങ്ങളുടെ വിശ്വാസം അനുസരിച്ച് മനുഷ്യർക്കൊക്കെ മോക്ഷം കിട്ടുമല്ലോ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ കുറയണ്ടേ, മനുഷ്യർ കുറയുന്നില്ലല്ലോ എന്ന്. ഗുരുദേവൻ പറഞ്ഞു, മറ്റ് ജീവികൾ പരിണാമം വന്നിട്ട് മനുഷ്യരാവുന്നുണ്ടാവും. അപ്പോൾ ഉടനെ ആൾ ചോദിച്ചു, അവിടെ കുറയണ്ടേ, അവിടെയും കുറയുന്നില്ലല്ലോ. ഗുരുദേവൻ ചോദിച്ചു, ഇവരെയൊക്കെ ആദ്യമായി സൃഷ്ടിച്ചത് ആരാ നിങ്ങളുടെ വിശ്വാസത്തിൽ? അപ്പോൾ ആള് പറഞ്ഞു, ആളുടെ പേര് പറഞ്ഞു. ഗുരുദേവൻ പറഞ്ഞു, ആളിപ്പോൾ എന്താ പണി മറന്നോന്ന് ചോദിച്ചു. മനസ്സിലായോ?
ഇങ്ങനെയൊക്കെയുള്ള കുറുക്കിക്കൊള്ളുന്ന ചോദ്യങ്ങൾ എങ്ങനെ സാധിക്കുന്നു? അറിവ്, ശാസ്ത്ര പഠനം, സംസ്കൃത പഠനം. സംസ്കൃതം നമ്മൾ പഠിക്കുന്നില്ല. സംസ്കൃതം പഠിക്കാത്തതുകൊണ്ട് ആരെങ്കിലും ഒന്ന് ഭാ ഭൂഠും എന്നൊക്കെ പറഞ്ഞാൽ കയ്യിലുള്ളതും അടുത്തുള്ളതിൻ്റെ ഒക്കെപ്പാടം മേടിച്ച് ദക്ഷിണ വെച്ച് വീഴുക നമ്മള്. കാരണം എന്താ പടം ഉണ്ടായെന്ന് നമുക്ക് തന്നെ മനസ്സിലായില്ല. ഇതുകൊണ്ടാണ് ഗുരുദേവൻ പറഞ്ഞത് സംസ്കൃതം പഠിക്കൂ. സംസ്കൃതം എല്ലാവരും പഠിക്കുമ്പോൾ എന്താണ് ഭാരതമെന്നും എന്താണ് ശരിയായ വീക്ഷണമെന്നും മനസ്സിലാവും. അങ്ങനെ വീക്ഷണമുള്ളവർ ചേരുമ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ ഏകതയുണ്ടാവും. ഈ ഏകതയാണ് ഈ സമ്മേളനത്തിൻ്റെ ലക്ഷ്യം. അതുണ്ടാവട്ടെ. അതിന് നേരത്തെ പറഞ്ഞതുപോലെ അതിനുവേണ്ടി ഈ മഹത്തായ രാഷ്ട്രത്തിൽ ജീവിച്ച് ഈ മഹത്തായ കാര്യത്തിന് വേണ്ടി ജീവിതം ബലിയർപ്പിച്ച പരകോടി ത്യാഗീശ്വരന്മാരുടെ ആത്മാവ് നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ വരാനും നിങ്ങളെ കാണാനും കഴിഞ്ഞതിലുള്ള സന്തോഷം പങ്കുവെച്ചുകൊണ്ട് ഞാൻ പറയുന്നതിനിടയിൽ എന്തെങ്കിലുമൊക്കെ ശാസ്ത്രവിരുദ്ധതയോ തെറ്റുകളോ അറിയാതെ വന്നു പോയെങ്കിൽ എല്ലാ ഗുരുജനങ്ങളും അത് പുറത്ത് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വാക്കുകളെ അമ്മ മഹാകാളിയുടെ പാതാരവിന്ദങ്ങൾ സമർപ്പിക്കുന്നു. നിങ്ങൾക്ക് വിനീതമായ നമസ്കാരം. താങ്ക് യു സോ മച്ച് സർ. സാറിൻ്റെ ഹിന്ദു സനാതന ധർമ്മത്തെക്കുറിച്ചും മൂല്യത്തെക്കുറിച്ചും ഒക്കെ നമുക്ക് ഒരുപാട് നല്ല വാക്കുകളിലൂടെ, നമുക്ക് കഥകളിലൂടെ നമുക്ക് പറഞ്ഞു തന്ന മുഖ്യ പ്രഭാഷകനായ ശ്രീ സുരേഷ് ബാബു കിള്ളിക്കുറിച്ചി മംഗലം അവർക്ക് സ്നേഹത്തിൻ്റെ പേരിൽ നന്ദി അർപ്പിക്കുന്നു. അടുത്തതായിട്ട് നമുക്ക് ചന്ദ്രപിന്നയിലെ NSS കരയോഗം വനിതാ സമാജം സെക്രട്ടറി കൂടിയായ ശ്രീമതി വാണി ദേവിയെ ഏറെ സ്നേഹത്തോടു കൂടി ആശംസകൾ അർപ്പിക്കുന്നതിനായി ക്ഷണിക്കുന്നു. വേദിയിലുള്ള വിശിഷ്ട വ്യക്തികളെ, സദസ്സിലുള്ള സജ്ജനങ്ങളെ, എനിക്കധികം വാക്കുകളൊന്നും പറഞ്ഞ് ശീലമില്ല. എങ്കിലും ഇവിടെ എന്നോട് ആശംസ പറയാൻ പറഞ്ഞതുകൊണ്ട് ഞാൻ പറയാണ്. ഒരുപാട് നിങ്ങൾക്കറിയേണ്ടതായ ഒരുപാട് കാര്യങ്ങൾ സ്വാമിജിയും മുഖ്യപ്രഭാഷണം നടത്തിയ സാറും പറഞ്ഞു. പിന്നെ ബഹുമാനപ്പെട്ട അധ്യക്ഷ പ്രസംഗത്തെ പറഞ്ഞ പോലെ ഒരു 10 ആള് അതുപോലെ സ്ട്രോങ് ആയിട്ട് ഉണ്ടാവുകയാണെങ്കിൽ ഓരോ ഏരിയയിലും ഹിന്ദു ഏകത എന്നുള്ളത് വളരെ പ്രായോഗികം ആവും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ പറയാനുള്ളത് മാതൃസമിതിയോടാണ്. മാതൃജനങ്ങൾ കുട്ടികളെ കുറച്ചും കൂടി ഇപ്പോൾ സത്യം പറയുകയാണെങ്കിൽ പരീക്ഷ എടുത്താലാണ് പിള്ളേർ അമ്പലത്തിൽ കാണുന്നത്. മുഴുവൻ ശരിയാണോ എന്നറിയില്ല. അല്ലെങ്കിൽ ഇന്ന വഴിപാട് കഴിച്ച ഭഗവാനോട് ഒരു ഡീല് പോലെയാണ്. ഇന്ന വഴിപാട് കഴിക്കാൻ പറഞ്ഞു, അത് കഴിച്ചു, അതിൻ്റെ ഫലം കിട്ടണം. പരീക്ഷയായി മക്കളെ അമ്പലത്തിൽ പോയി കെട്ടുകാഴ്ച മറ്റു വലിയ ബോക്സ് വെച്ചിട്ടൊക്കെയാണ് കെട്ടുകാഴ്ചകൾ നടന്നത്. എനിക്ക് കെട്ടുകാഴ്ചയിലും ഒരു ബോർഡിലും അമ്പലത്തിലും ദേവതരം ഫോട്ടോ ഇല്ലാണ്. അവിടുത്തെ പ്രതിഷ്ഠാണെന്ന് ആർക്കും അറിയില്ലാണ്. മാത്രം ഇയാളെന്തെങ്കിലും പുറപ്പെട്ടു പെട്ടാൽ ശിവനെ ബാധിക്കുന്നു. അത് വളരെ സാധനം ചോദിച്ചിട്ടുണ്ട്. അതായത് ഈ ആഘോഷങ്ങളിൽ ലളിതമാക്കണം, ക്ഷേത്രങ്ങളിൽ ഉത്സവങ്ങളും കാര്യങ്ങളൊക്കെ ലളിതമാക്കണം എന്ന് പറയുന്നുണ്ട്. ആനപാടില്ല, കരിപ്പാടില്ല എന്നത്. അതെന്താ അഭിപ്രായം ചോദിച്ചത്? ഞാൻ അതിന് നേരെ ഇപ്പൊ സാധാരണ സന്യാസിമാരൊക്കെ പറയുന്നത് നേരെ തിരിച്ചു വരുന്നുണ്ട്. വേണമെന്നാണോ? ഞാനെന്താ ചെയ്യും?
ഈ ഉത്സവങ്ങളും കാര്യങ്ങളും ഒക്കെ ഹിന്ദുവിന്റെ വിരാട് ഭാവം സമൂഹത്തിൽ കാണിക്കുന്നതായിരിക്കും. പക്ഷെ ഇപ്പം അത് വേണ്ട എന്ന് പറയുന്ന ആൾക്കാർ ചോദിക്കുന്നത് എന്തുകൊണ്ടാ വെച്ചെങ്കിൽ ഈ ചെലവഴിക്കുന്ന പൈസ ഉണ്ടെങ്കിൽ ആരും ഹിന്ദുവിന് ഭക്ഷണം വാങ്ങി കൊടുത്തുകൂടെന്നാണ്. ഈ 4 ഹിന്ദു പട്ടിണി കിടക്കാൻ കാരണമാരാണ്, ക്ഷേത്രമല്ലല്ലോ. ഹിന്ദു ശക്തിയും ഇതും ബലപ്പെടുത്തിയതിൻ്റെ ആവശ്യകത എല്ലാവരെയും ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ വളരെയധികം ചുരുക്കുന്നു. ഈ വേദി പങ്കിട്ടിരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ഷൈന ജയപ്രകാശൻ. ഇന്നിവിടെ നടക്കുന്ന ഹിന്ദു ഏകതാ സമ്മേളനത്തിൽ നന്ദി പറയുക എന്ന കർത്തവ്യമാണ് എന്നെ ഏൽപ്പിച്ചിട്ടുള്ളത്. ആദ്യമായി നമ്മുടെ ഈ വേദിയിൽ അധ്യക്ഷ സ്ഥാനം അലങ്കരിച്ച ബഹുമാന്യനായ നാട്ടിക SNDP യോഗം പ്രസിഡന്റ് ശ്രീ ഉണ്ണികൃഷ്ണൻ തഷ്നാത്ത് അവർക്ക് വളരെ സ്നേഹപൂർവ്വം നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ യോഗത്തിൽ പങ്കെടുക്കാൻ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവർക്കും സ്വാഗതം ആശംസിച്ച മുഖ്യ സംയോജക് ശ്രീ ജ്യോതി ബസു തേവർക്കാട്ടിൽ അദ്ദേഹത്തിനും വളരെ സ്നേഹപൂർവ്വം നന്ദി അറിയിക്കുന്നു. നമ്മുടെ ഈ സമ്മേളനത്തിൽ ഇന്ന് അനുഗ്രഹ പ്രഭാഷണം നടത്തുന്നതിനായി എത്തിച്ചേർന്നിട്ടുള്ള ഗുരുവായൂർ സായി സഞ്ജീവനി ട്രസ്റ്റ് ചെയർമാൻ മൗനയോഗി ഹരിനാരായണൻ സ്വാമി, അദ്ദേഹത്തിന് വളരെ ആദരപൂർവ്വം നന്ദി അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ മുഖ്യ പ്രഭാഷണം നടത്തുന്നതിനായി ഇവിടെ എത്തിച്ചേർന്ന കവിയും പ്രഭാഷകൻ എന്നീ തലങ്ങളിൽ മാത്രമല്ല ശ്രീദുർഗ സ്കൂൾ പേരാമംഗലം ശ്രീദുർഗ സ്കൂൾ HM കൂടിയായ ശ്രീ സുരേഷ് ബാബു കിള്ളി കുരിശിമംഗലം, അദ്ദേഹത്തിനും വളരെ സ്നേഹപൂർവ്വം നന്ദി അറിയിക്കുന്നു. നമ്മുടെ ഇന്നത്തെ ഈ വേദിയിൽ ആശംസാ പ്രസംഗം നടത്തുന്നതിനായി എത്തിച്ചേർന്ന ചന്ദ്രാപിന്നി NSS കരയോഗം വനിതാ സമാജം സെക്രട്ടറി ശ്രീമതി P വാണി ദേവി, ധീവരസഭ ശ്രീമതി സരിത ജോഷി, ഇരുവർക്കും വളരെ സ്നേഹപൂർവ്വം നന്ദി അറിയിക്കുകയാണ്. നമ്മുടെ ഇന്നത്തെ ഈ പരിപാടിയിൽ നമ്മുടെ ഈ ഒരു വേദി ശബ്ദമാധുര്യത്താലും നടന വൈഭവത്താലും വളരെയധികം മനോഹരമാക്കുവാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള നമ്മുടെ എടത്തിരുത്തിയുടെ സ്വന്തം കുഞ്ഞു കലാപ്രതിഭകൾക്കും മുതിർന്ന കലാകാരികൾക്കും ഈ സമ്മേളനത്തിൻ്റെ തുടക്കത്തിൽ തന്നെ പ്രാർത്ഥന കൊണ്ട് നമ്മളുടെ ഈ വേദി അനുഗ്രഹീതമാക്കിയ എൻ്റെ പ്രിയപ്പെട്ട യോഗിനി മാതയിലെ കൊച്ചുമക്കൾക്കും വളരെയധികം നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഇന്നത്തെ ഈ ഒരു പരിപാടി വൻ വിജയമാക്കുവാൻ വേണ്ടി അഹോരാത്രം